ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ് കേട്ടോ. ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. സെക്കൻഡേ. എൻ്റെ പേര് ജാസ്മിൻ. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ ഈ ഫെയർവിങ്സ് കമ്പനിയുടെ പിങ്ക് ജോബിന്റെ ഒക്കെ കോർഡിനേറ്റർ കൂടിയാണ്. പിന്നെ എന്താണ് പിങ്ക് ജോബ് എന്ന് പറഞ്ഞാൽ, സിനോർ എന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ സാനിറ്ററി നാപ്കിൻ ബ്രാൻഡായ ഫെയർവിങ്സ് നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് ഈ ഒരു ഫെയർവിങ്സ് സെയിൽ ചെയ്യാവുന്ന അവസരത്തോടൊപ്പം സെയിൽസ് ട്രെയിനിങ്, അതുപോലെ ഡോക്ടേഴ്സ് ടോക്ക്, ശുചിത്വ ബോധവൽക്കരണം, പിന്നെ വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ തുടങ്ങി വിവിധ പദ്ധതികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ പിങ്ക് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ ഒരുപാട് സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിലുള്ള, അതായത് വളരെ കുറച്ച് മാത്രം ക്യാഷ് നിക്ഷേപിച്ചുകൊണ്ട് ഏതൊരു സാധാരണക്കാരായ വീട്ടമ്മയ്ക്കും അവരുടെ കഴിവിനനുസരിച്ച് ഈ ബിസിനസ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു ബിസിനസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ കമ്പനിയുടെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ കീഴിൽ ഒരുപാട് റീസെല്ലേഴ്സിനെ സൃഷ്ടിക്കുക, അതായത് നമുക്ക് തന്നെ ചെറിയൊരു എമൗണ്ടിൽ ഈ ഒരു കമ്പനിയുടെ ഭാഗമാവുകയും അതുപോലെ ഒരുപാട് സ്ത്രീകൾക്ക് ബിസിനസ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത. ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പം അവൾ ഒരു സ്ത്രീ എല്ലാ രീതിയിലും ശാക്തീകരിക്കപ്പെടണം എന്നാണ് നമ്മുടെ കമ്പനിയുടെ ഒരു വിഷൻ. അതായത് ഒരു വ്യക്തിയുടെ പെയിൻ പോയിന്റ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇത് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഈ ഒരു പ്രോഡക്റ്റ് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഇതിനോടകം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സ്ത്രീജന്യ രോഗങ്ങൾ തുടങ്ങി ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിന്റെ പിങ്ക് ജോബിന്റെ യൂട്യൂബിൽ കയറിയാൽ ആ പഴയ ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡ് അവിടെ ലഭ്യമാണ്, നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് പാരന്റിങ് എന്നുള്ള വളരെ നല്ലൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് നമുക്ക് സുൽഫീനത്ത് മാമിനെ നമുക്ക് ക്ഷണിക്കാം. ട്രെയിനറും അതുപോലെ തന്നെ റെമഡിയൽ ടീച്ചറുമാണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇനിയും വരാനുണ്ട്. എല്ലാവരും എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് സുൽഫീനത്ത് മാമിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാം. മാം, പ്ലീസ് വെൽക്കം. മൈക്ക് മ്യൂട്ടാണ്. Okay, very good afternoon to all. Can you hear me? Am I audible? Good afternoon, ma'am. Okay, audible ആണ്, ക്ലിയർ ആണ്. Okay, fine. എൻ്റെ പേര് സുൽഫിനത്ത്. ഞാൻ ടീച്ചറാണ്. ഒരു 10 വർഷത്തോളമായി കുട്ടികളും പാരൻസും ഒക്കെ ആയിട്ട് ഇടപഴകി ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു അക്കാഡമിക് കോർഡിനേറ്റർ ആണ് തിബിയാൻ പ്രീ സ്കൂളിന്റെ. അപ്പോൾ ആദ്യമായി തന്നെ പിങ്ക് ജോബ് കമ്മ്യൂണിറ്റിക്ക് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്, ഇങ്ങനെ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിലും. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ്, ഒരു ടോപ്പിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. വളരെ വാസ്റ്റ് ആണ് അല്ലെ, പെട്ടെന്ന് കുറഞ്ഞൊരു സമയത്തിനുള്ളിലൊന്നും തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ കുറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും ഷെയർ ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവുമായിരിക്കും ഓഡിയൻസിന്റെ, അല്ലെ? ഓഡിബിൾ ആണോ? യെസ്, ക്ലിയർ ആണ് മാം. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാരും ഇനി സ്റ്റാർട്ട് ചെയ്യാനാണോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെമ്പേഴ്സ് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ഫൈൻ. ചെയ്യാം. ഓക്കെ,
അപ്പം ഇന്ന് നമുക്ക് കിട്ടിയ ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എഫക്റ്റീവ് പാരന്റിങ് അല്ലെ. പാരന്റിങ് വളരെ മനോഹരമായ ഒരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇടയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് പറയുകയും ചെയ്യാം. നമ്മൾ ഈ ഒരു പാരന്റിങ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പാരന്റിങ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോരുത്തരുടെയും കുട്ടികളും ഡിഫറെന്റ് ആണ്. ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഡിഫറെന്റ് ഒന്നാണല്ലോ. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആയിട്ട് ജനിച്ച് വളർന്ന് അവരുടെ ഡിഫറെന്റ് കഴിവുകളാണ്, അവരുടെ കാലിബർ പൊട്ടൻഷ്യൽ ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു പാരന്റിങ് സ്റ്റൈൽ ആയിരിക്കില്ല നിങ്ങളത് സ്റ്റൈൽ വേറെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ചിലർക്കൊക്കെ അത് വളരെ ഈസി ആയിട്ട് തോന്നുന്നവരുണ്ടാവും. ചിലർ പറയും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ വളരെ ഈസി ആക്കാനും മനോഹരമാക്കാനുമാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടതും. ഏത് സെഷൻ നമുക്ക് കിട്ടിയാലും പാരന്റിങ് സെഷൻ നമ്മൾ മിസ്സാക്കാൻ പാടില്ല. നമ്മൾ അത് അറ്റൻഡ് ചെയ്യുക. ആ സെഷനിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ടിപ്സ്, നമുക്ക് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരുണ്ടാവും, എങ്ങനെ ഈ ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രയാസം എങ്ങനെയാണ് ഞാൻ പരിഹരിക്കുക എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് ഒരു സൈക്കോളജിയും പ്രത്യേകം ഒരു ഗൈഡ് ലൈൻ നിശ്ചയിച്ചിട്ടില്ല പാരന്റിങ്ങിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നതാണ് പാരന്റിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ സെഷനിലൊന്നും കൊടുക്കാനും ഇല്ല. പലർക്കും പല വ്യത്യസ്തമായ രീതികൾ ഉണ്ടാവും. അത് അവർ ഷെയർ ചെയ്യും, അവർ പറയും. സോ നൗ എനിക്ക് പറയാനുള്ളത്, വാട്ട് ഈസ് എ ചൈൽഡ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വാട്ട് ഈസ് എ പാരന്റ്. പാരന്റ്സ് ആണ് റോൾ മോഡൽസ് ആവേണ്ടതും അവരാണ് റോൾ മോഡൽസ് കുട്ടിക്ക്. ഫ്രം ദ ബിഗിനിങ് അറ്റ് ഹോം, നമ്മളെ എല്ലാ സ്കൂളിങ്ങിന്റെയും പ്രീ സ്കൂളിങ്ങിന്റെയും ഒക്കെ മുന്നേ അവർ പഠിച്ചു തുടങ്ങുന്നത് അവരുടെ വീടുകളിൽ വെച്ചാണ്. അവരുടെ പാരന്റ്സ്, പ്രത്യേകിച്ച് ഉമ്മമാരാണ് കൂടുതലായിട്ടും കുട്ടികളുടെ പാരന്റിങ്ങിലേക്ക് കുട്ടികളെ നയിക്കുന്നതും നോക്കുന്നതും കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും. ഇപ്പൊ പലയിടത്തും നമുക്ക് കാണുന്നുണ്ട്, മീറ്റിംഗ്സ് പോലും സ്കൂളുകളിലെ മീറ്റിംഗ് ആയാലും പ്രീ സ്കൂൾ ആവട്ടെ ഒക്കെ പാരന്റ്സ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാല് മദേഴ്സ് മാത്രമാണ് എത്തിപ്പെടുന്നത്. സ്കൂളിൽ നമ്മൾ പലപ്പോഴും പോകുന്നത് ആകെ 1-2 ജെൻസ് മാത്രമേ ഉണ്ടാവൂ, അതായത് ഫാദേഴ്സ് മാത്രം. അവര് മിക്കവാറും എന്തെങ്കിലും ഫീസ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഫാദേഴ്സിനെ നമ്മൾ കാണാം. ഒരുപക്ഷെ അവർക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടും അവർ ജോലിക്ക് പോകുന്ന തിരക്ക് കാരണവും. പക്ഷെ കുഞ്ഞുങ്ങളുടെ കൂടുതൽ കാര്യങ്ങളും അറിയുന്നതും ചെയ്തു കൊടുക്കുന്നതൊക്കെ മദേഴ്സാണ്. അപ്പം വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഈ അധ്യാപനം, ഏറ്റവും ബെസ്റ്റ് ആൻഡ് അൾട്ടിമേറ്റ് ടീച്ചർ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മദറാണ്. അപ്പൊ മദേഴ്സാണ് കൂടുതലും ഇത്തരം കാര്യങ്ങളിലേക്ക്, കുട്ടികളുടെ ഇങ്ങനെ വളർത്തുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതും. പാരന്റ്സ് എന്ന് പറയുമ്പോൾ രണ്ടുപേരിനും അതിലുണ്ട്, രണ്ടുപേരുടെയും റോള് വളരെ പ്രധാനം തന്നെയാണ്. ഓക്കെ, നൗ നമ്മളെ പാരന്റിങ് ഒരു ഈസി ടാസ്ക് ആണ് എന്ന് പറയുന്നവരുണ്ട്. നമുക്കിപ്പോ അവിടെ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ ഓഡിബിൾ ആയ ഈ പാർട്ടിസിപ്പൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഇസ് ഇറ്റ് എൻ ഈസി ടാസ്ക് ഓർ എ ഡിഫിക്കൽട്ട് ടാസ്ക്? ഒരു മദറിനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയ ഒരു ടാസ്ക് ആണോ പാരന്റിങ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്നെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ് ചില സന്ദർഭങ്ങളിൽ. അത് പക്ഷെ നമ്മുടെ റെസ്പോണ്ട് പോലെ ഇരിക്കും, നമ്മൾ അവരോട് പെരുമാറുന്ന രീതി അനുസരിച്ചിരിക്കും. ബാക്കിയുള്ളവരെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ. എല്ലാവരും ഉമ്മമാരല്ലേ? ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാം സെഷൻസ് അല്ലെ. ഒരു വൺ സൈഡ് മാത്രം ഇങ്ങനെ പോകുമ്പോൾ, പൊതുവെ ഞാൻ പാരന്റ്സ് മീറ്റിൽ പറയുന്ന കാര്യം അത് തന്നെയാണ്. നമുക്ക് ഷെയർ ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും. പറഞ്ഞോളൂ. ഈസി അല്ല എന്ന് പറയുന്നവരുണ്ട്, ആവറേജ് ലെവലിൽ പറഞ്ഞവരുണ്ട്. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടില്ല. റിസ്ക്കാണ്. എന്താ പറയാ, മക്കളുമായിട്ട് ഇടപഴകുമ്പോൾ എല്ലാരും ഇടപഴകുന്ന സാഹചര്യത്തില് നമ്മൾ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, മറ്റുള്ളവരും കൂടെ പരിഗണിക്കാതെ
ഒരിക്കലും easy ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. നമ്മളിപ്പോ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് പെരുമാറുകയും ഒക്കെ ചെയ്യും. എങ്ങനെയാണ് ചെറിയ മക്കളോട് പെരുമാറേണ്ടതെന്ന് അറിയുന്നില്ല ആയിട്ട് പെരുമാറുമ്പം നമ്മളെ മക്കള് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡബിൾ ആയിട്ട് ഇങ്ങോട്ട് എന്താവും, സ്ട്രോങ് ആവും. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് വ്യത്യസ്തമായ ആൻസേഴ്സ് ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കുട്ടികളൊക്കെ ഡിഫറെന്റ് ആണ് അല്ലെ. എല്ലാവരും ഡിഫറെന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരു പാരന്റിങ് സ്റ്റൈല് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് മാത്രം ആ കുട്ടിയിൽ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പം അത് വർക്ക്ഔട്ട് ആവില്ല. അപ്പോൾ പല ടിപ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ആ മെത്തേഡ്സ് നമ്മളൊന്ന് ട്രൈ ചെയ്യാം എന്നേ ഉള്ളൂ. അത് ട്രൈ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഈസി ആക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ബിക്കോസ് ആ ഒരു വീട്ടിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു ഇടപെടൽ കുട്ടിയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അവരുടെ പഠനത്തിലായാലും വ്യക്തിത്വ വികാസത്തിലായാലും അവർ മുന്നോട്ടുള്ള എല്ലാ യാത്രകളിലും അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ വളരെ പ്രധാനം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. നമ്മളെ ജർമ്മൻ ഫാസിസ്റ്റ് റൂളർ ആയിരുന്ന നാസി ജർമ്മനിയുടെ അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവര് ഈ ഒരു രീതിയിലേക്ക്, അതായത് ഒരു ഫാസിസ്റ്റ് ആവാനുള്ള ആ ഒരു മനോഭാവം, സ്വേച്ഛാധിപതി എന്നൊരു മനോഭാവം അവർക്ക് വരാനുള്ള കാരണം അവരുടെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങളാണെന്നാണ് പറയുന്നത്. അവരുടെ വീട്ടില് ഫാദർ വളരെ ഹാർഷ് ആൻഡ് ഹോട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പൊ ആ ഒരു അവിടുന്ന് തുടങ്ങിയ അവർക്ക് ലോകത്തോട് മുഴുവനും തന്നെ ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ വന്നു തുടങ്ങിയത് ആ ഒരു കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളാണ്. വല്ലാതെ ഷൗട്ട് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി, അടിക്കുന്ന മെന്റാലിറ്റി, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ആ വീട്ടിൽ നിന്നും ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുന്നത് ഈ റോങ് ആയിട്ടുള്ള വേയിലേക്ക് കുട്ടിയെ നയിക്കും. ഒരു ക്രിമിനൽ മെന്റാലിറ്റി, അതായത് ഓവർ ഷൗട്ടിങ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ മെന്റാലിറ്റിയിലേക്ക് പോകുമെന്നാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതും അനുഭവങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ കുറച്ച് സ്റ്റേജസ് ഇപ്പൊ പറയാം. നമ്മൾ വില്യംസ് വേർഡ്സ്വർത്തിന്റെ ഒരു കവിതയിൽ ദ 7 Ages of Man അല്ലെ, ദ 7 Ages വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ നമ്മുടെ ഓഡിയൻസ് ഒക്കെ? നല്ലൊരു കവിതയാണ്, വായിക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഈ ഒരു 7 Ages തന്നെയാണ് നമ്മളെ ലൈഫ് ഡെവലപ്മെന്റ്, ലൈഫ് സ്പാനിലും ഹ്യൂമൻ ലൈഫ് സ്പാനിലും പറയുന്നത്. അതായത് ഫ്രം ബർത്ത്, നമ്മുടെ ഉദരത്തിൽ നമ്മളെ കുട്ടി ജനിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് കൺസെപ്ഷൻ ടു ബർത്ത് ഒരു സ്റ്റേജ് ആണ്, പ്രീനേറ്റൽ സ്റ്റേജ്, ജനനത്തിന്റെ മുന്നേ ഉള്ളു. അതിനുശേഷമുള്ള ഈ 7 സ്റ്റേജസ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. അപ്പം കുട്ടികൾ പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ടാവും. ഇപ്പൊ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ വീട്ടിലുണ്ടാവും. അപ്പൊ എല്ലാവരുടെ അടുത്തും നമ്മൾ ഒരേ രീതി, അതായത് ചെറിയ കുഞ്ഞുവാവ ആയിരിക്കുന്ന സമയത്തുള്ള അതേ സ്റ്റൈല് തന്നെ കുറച്ചും കൂടി വലുതാവുമ്പോൾ നമ്മൾ എടുത്തു നോക്കി അത് പറ്റില്ല. അവിടെ ചെറിയ ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതേപോലെ അഡോളസെന്റ് സ്റ്റേജിലേക്ക്, കൗമാരപ്രായത്തിലേക്കൊക്കെ എത്തുമ്പോൾ വേറെ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പലരും പറയും, എൻ്റെ പേരൻസ് പഠിപ്പിച്ചത് ഇത്തരം പാരന്റിങ് സെഷൻസ് ഒന്നും കേട്ടിട്ടല്ലല്ലോ, ഇങ്ങനത്തെ ഒരു ക്ലാസ്സിന് പോയിട്ടല്ലല്ലോ. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, അന്ന് നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ഒരു ജനറേഷൻ എന്ന്. ഇപ്പോ ആ ഒരു ജനറേഷന് നല്ലൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ. നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ വേൾഡിലാണ് ഇപ്പൊ നമ്മളെ കുട്ടികളുള്ളത്. നമ്മളൊക്കെ അതിലേക്ക് മൈഗ്രൻസ് ആയിട്ട് ഉള്ളവരാണ്. നമ്മളെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. നമ്മളെ പാരന്റ്സ് നമ്മളൊക്കെ ഏകദേശം എന്തായിരുന്നു, സെയിം ഒരു ഇതിലിപ്പം. ഇപ്പം വളരെ എന്താ പറയാ, ഒരു ടീനേജേഴ്സിന്റെ ഇടയിൽ വലിയൊരു ക്ലാഷ് വരുന്നു. പാരന്റ്സിന്റെയും ടീനേജേഴ്സിന്റെയും ഇടയിൽ ഈ ഒരു ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഈ ഒരു ടെക്നിക്കൽ യുഗത്തില് അതുമായിട്ട് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റാത്ത പാരന്റ്സിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഡിഫറെന്റ് സ്റ്റേജസ് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് വന്ന് പ്രീനേറ്റൽ സ്റ്റേജ് വന്നു, അത് കഴിഞ്ഞ് ബർത്ത്, ഫ്രം ബർത്ത് ടു 3 years നമ്മളൊരു ഇൻഫൻസി അല്ലെ, ശിശു എന്താ പറയാ, ന്യൂ ബോൺ ആയിട്ടുള്ള സമയം തൊട്ട് നമ്മളൊരു ടോഡ്ലർ സ്റ്റേജ് വരെ പതിയെ മുട്ടിട്ട് പോയി, അത് കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങി, നടത്തം പഠിച്ചു. ഒരു 3 വയസ്സ് വരെ നമ്മൾ ഈ ഒരു ഇൻഫൻസി അല്ലെ ടോഡ്ലർ സ്റ്റേജ് എന്നാണ് പറയുന്നത്.
അത് കഴിഞ്ഞ് 3 to 6 years of age, ഞാൻ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന കുട്ടികൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള മക്കളാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ് നമ്മുടെ ലൈഫ് സ്പാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള മക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവരെ ഏറ്റവും നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യാനും മോൾഡ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സമയമാണിത്. അതായത് നമ്മൾ ഇന്റർവെൻഷൻ നടത്തണം. ഈ ഒരു സമയത്താണ് നമ്മൾ ചെറിയ കുട്ടിയല്ലേ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവർ ഏത് ഹാബിറ്റും അവരെ ഇൻകൾക്കേറ്റ് ചെയ്യട്ടെ, അവർ ആ ഒരു രീതിയിൽ വളരട്ടെ എന്ന് വിചാരിച്ചു വിടരുത്. എല്ലാ കാര്യവും ഈ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് തർബിയത്ത് ചെയ്ത് അവരെ കൊണ്ടുവന്നാൽ ഏറ്റവും നല്ല കുട്ടികളാക്കാൻ പറ്റുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് 3 to 6 years of age. അതായത് പ്രീ സ്കൂൾ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയും. അത് കഴിഞ്ഞ് നമുക്ക് 6 to 11 years of age ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജ്, മിഡിൽ ചൈൽഡ്ഹുഡ് 6 to 11 years of age. അത് കഴിഞ്ഞ് ഒരു 11 to 12 മുതൽ 19 or 20 years of age അഡോളസെന്റ് സ്റ്റേജ്. ഈ ഒരു ഏജിൽ ആണ്, ടീനേജിലാണ് പാരന്റ്സും കുട്ടികളും തമ്മിൽ ഇപ്പം കേൾക്കുന്ന പല ക്ലാഷുകളും. എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉണ്ട് പല പ്രശ്നങ്ങളും, പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിധം കേസുകളൊക്കെ ഉണ്ടാവുന്നതും ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പതിയെ അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പക്വ മനോഭാവത്തിലെത്തി അല്ലെ, പക്വതയിലൊക്കെ എത്തി ഒരു യുവാക്കളായി. ഈ ഒരു 20 to 40 years of age ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്കൊരു ജോലി മേഖലയിലായാലും പഠനത്തിലായാലും എല്ലാത്തിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റേജ്. ഏകദേശം ഒരു പക്വതയൊക്കെ നമുക്ക് എത്തിക്കഴിയുന്ന ഒരു സ്റ്റേജ് 20 to 40 years of സ്റ്റേജ്. 40 to 65 years of age മിഡിൽ അഡൾട്ട്ഹുഡിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് ലേറ്റ് അഡൾട്ട്ഹുഡ് അബവ് 65 years of age. ആ ഒരു കവിത ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഷേക്സ്പിയറിന്റെ ഈ ഒരു കവിത നിങ്ങൾ ഇംഗ്ലീഷിലാണ്, അതിന്റെ മലയാളം ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ആയിട്ട് ഓരോ ഏജിലും എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു ചെറിയൊരു കവിതയിൽ അവർ പറയുന്നുണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തത്. ചിലരൊക്കെ അത് വായിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഏജ് ഗ്രൂപ്പ് പറഞ്ഞു. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഏതാ? ആർക്കെങ്കിലും മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ അവരെ കൂടെ തന്നെ ഉണ്ടാവും. ഞാനിപ്പോ പറഞ്ഞതില് ഫസ്റ്റ് ടോഡ്ലർ സ്റ്റേജ് ആണോ, അതായത് ബർത്ത് മുതൽ 3 വയസ്സ് വരെ ആണോ ചൈൽഡ്ഹുഡില് 3 തരം ഉണ്ട്. ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ് പറയുന്നുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 3 വയസ്സ് മുതൽ ഒരു 6-7 വയസ്സ് വരെ അവരെ പ്രീ സ്കൂളിംഗ് സ്റ്റേജ് ഒക്കെ, സ്കൂളിലേക്ക് നമ്മൾ വിടുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടം. അപ്പൊ ചൈൽഡ്ഹുഡ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിലല്ലേ നമ്മൾ കൂടുതൽ കുട്ടികളെ കൂടെ ഉണ്ടാവുക? ഏതാണ് ഏർലി ചൈൽഡ്ഹുഡ്? ബർത്ത് ടു 3 years. ബർത്ത് ടു 3 years, വെരി ഗുഡ്. അപ്പൊ ആ ഒരു സമയവും നമ്മൾ ഈ സ്കൂളിങ്ങിലേക്ക് അല്ലെങ്കിൽ പ്രീ സ്കൂൾ സ്റ്റേജിലേക്ക് കുട്ടികൾ പോകുമ്പോൾ നമ്മൾ എത്രമാത്രം അവരെ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ആ ഒരു സ്റ്റേജിലേക്ക് പോവാ. ഇപ്പം ബേബീസ് ആയിട്ട് കയ്യിലിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു സമയം പോലെ പിന്നെ നമുക്ക് കിട്ടുമോ? കുട്ടികളെ കിട്ടിയില്ല, നമുക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല. അവർ പലപ്പോഴും നമ്മളെ അടുത്ത് വന്നാൽ പോലും അവരുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഓരോ കാലയളവും നമ്മൾ വളരെ മനോഹരമായിട്ട് തന്നെ പാരന്റിങ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിലും ഇപ്പം വല്ലാത്തൊരു പ്രയാസമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതായത് കുട്ടി ജനിച്ച് ഒരു 15 ദിവസം ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ ഡേ കെയർ സെന്റേഴ്സിലേക്കും മറ്റിടങ്ങളിലേക്കും ഒക്കെ ബേബി കെയർ സെന്റേഴ്സിലേക്കും ഒക്കെ മാറ്റിയിട്ട് അവർ ജോലിക്ക് പോവാണ്. കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാൻ പോലും, അതായത് പാല് കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു സന്ദർഭം. സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ജോലി ഉള്ളത് കൊണ്ടാവാം, ജോലി തിരക്കായിരിക്കാം, പലതും ഉണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ മക്കളെ കൂടെ ഉണ്ടാവേണ്ട ഒരു സമയത്ത് പോലും അവരുടെ കൂടെ ഇപ്പം പാരന്റ്സ്, അതായത് മദേഴ്സ് ഇല്ലാതെ പോകുന്നതാണ്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ്, കോൺസിക്വൻസസും നല്ലോണം ഫേസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പ്രീ സ്കൂളിംഗ് സ്റ്റേജിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ 3 to 6 years of age. ഈ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, ഏത് രീതിയിൽ ട്രെയിൻ ചെയ്യുന്നു, ആ രീതിയിലേക്ക് നമുക്ക് മക്കളെ കൊണ്ടുവരാൻ പറ്റും. അവർ നല്ലൊരു റെക്കോർഡേഴ്സ് ആയ ഒരു കാലഘട്ടമാണ് ഈ ഒരു 3 to 6 years of age. അപ്പൊ ഞാൻ ഈ ലൈഫ് സ്റ്റേജസ് ഒക്കെ പറഞ്ഞു. ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജസ് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മളൊരു കുറച്ചൊരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു ഗൈഡ് ലൈൻസ് ഫിക്സ് ചെയ്തിട്ടില്ല പാരന്റിങ് സ്റ്റൈലിന്. പക്ഷെ എന്നാലും ചൈൽഡ്ഹുഡ് സൈക്കോളജിയിൽ പ്രധാനപ്പെട്ട ഒരു 4 തരം പാരന്റിങ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്നുണ്ട്.
ആ സ്റ്റൈല് ഒരു 4 സ്റ്റൈൽസ് ഞാനിപ്പോ ഇവിടെ 4 ടൈപ്സ് ഓഫ് പാരന്റിങ് സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന്റെ കൂടെ ആഡ് ഓൺസ് ആയിട്ട് ഒരു 3 സ്റ്റൈലും കൂടി എക്സ്ട്രാ പറയാം. ഫസ്റ്റ് വരുന്നത് ഒരു അതോറിറ്റേറ്റീവ് പാരന്റ്സ്. കേട്ടിട്ടുണ്ടോ ഇല്ലേ? അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടിക്ക് എന്താണോ ആവശ്യം, കുട്ടിയിൽ എന്താണോ ഇല്ലാത്തത്, എന്താണോ ഇല്ലാത്തത് അത് മനസ്സിലാക്കി ആ പാരന്റ് ആ കുട്ടിയുടെ, ഇപ്പൊ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയി, കുട്ടി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കളവ് നടത്തി, അല്ലെങ്കിൽ ക്യാഷ് എടുത്തു പോയി, അല്ലെങ്കിൽ വേണ്ടാത്ത വല്ലതും ചെയ്തു പോയി, ഇതൊക്കെ മനസ്സിലാക്കി പാരന്റ് ആ കുട്ടിയെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്ത് തിരിച്ച് ഇപ്പൊ എടുത്തു കൊണ്ടുവന്ന സാധനമാണെങ്കിൽ അത് തിരിച്ച് അവിടെ എത്തിച്ച് ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് എടുത്താണെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമായിട്ട് എടുത്തു കൊണ്ടുവന്നത് നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്ത് തിരിച്ചവിടെ എത്തിക്കുന്ന ഒരു തരം പാരന്റ് ആണ് അതോറിറ്റേറ്റീവ് പാരന്റ്സ്. അവർക്ക് കുട്ടികളുടെ എല്ലാ പോരായ്മകളും അവരിൽ എന്താണോ ലാക്ക് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന പാരന്റ്സ് ആണ് ഈ അതോറിറ്റേറ്റീവ് പാരന്റ്സ്. വേറൊരു തരം പാരന്റ്സ് ഉണ്ട് അതോറിറ്റേറിയൻ പാരന്റ്സ്. അതോറിറ്റേറിയൻ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ചുമതലകളൊന്നും അവർ ചെയ്യില്ല. അതായത് പാരന്റ്സ് അവർക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല, എന്നിട്ടോ കുട്ടികളെ അവരെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്യും. നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, നീ പഠിക്കുക. പക്ഷെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ പാരന്റ്സിന് അറിയേണ്ട കാര്യമൊന്നുമില്ല. മാർക്സ് കിട്ടിക്കഴിഞ്ഞാല് മാർക്സ് എന്തുകൊണ്ട് കുറഞ്ഞു പോയി, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് അതോറിറ്റേറിയൻ പാരന്റ്സ് ആവും. കുട്ടികളുടെ മേൽ വലിയൊരു അതോറിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ച് മോശമായ രീതിയിൽ കുട്ടികളോട് പറഞ്ഞ് എല്ലാം കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുക, അവർ ചെയ്യട്ടെ എന്ന്. മൂന്നാമത് വരുന്ന പാരന്റ്സ് ആണ് ഒരു പെർമിസീവ് ടൈപ്പ് ഓഫ് പാരന്റ്സ്. പെർമിസീവ് എന്ന് പറയുമ്പോൾ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ആ പാരന്റിന്റെ ചിന്താഗതി അങ്ങനെ ആയിരിക്കും. ഒരു സുഖവും എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് വലിയ വീടില്ല, കാറില്ല, അപ്പൊ എന്റെ കുട്ടിക്ക് ഇതൊക്കെ ഉണ്ടാവട്ടെ എന്ന രീതിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ആ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ലാസ്റ്റ് കുട്ടികളെ വഷളാക്കുക. ഇതാണ് പെർമിസീവ് പാരന്റ്സിന്റെ ഒരു ജോലി. അവരെല്ലാ സൗകര്യം എല്ലാം വാങ്ങിച്ചു കൊടുക്കും. എന്താണോ ആവശ്യം, എന്താണോ അത്യാവശ്യം, എന്താണോ അനാവശ്യം, ഇതൊന്നും നോക്കില്ല. എല്ലാം കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക. അവര് സുഖത്തിൽ കഴിയട്ടെ. ലാസ്റ്റ് കുട്ടികൾ എന്താവും, നമ്മൾ പറയുന്നതൊന്നും നമ്മൾ നോ പറഞ്ഞാല് അതിന് നോ അവർ ചെയ്യാതിരിക്കാനുള്ള ഒരു സ്റ്റൈലിലേക്കല്ല അവർ വളർന്നു വന്നത്. അവര് തിരിച്ചൊന്നും പറയുമ്പോൾ നമുക്കൊന്നും ആൻസർ ഇല്ലാത്തൊരവസ്ഥയാവും. പിന്നെ നാലാമത് വരുന്നത് നെഗ്ലെക്റ്റ്ഫുൾ പാരന്റ്സ്. നെഗ്ലെക്റ്റ്ഫുൾ പാരന്റ്സ് എന്ന് പറഞ്ഞാല് അവരൊരു കാര്യത്തിലും കുട്ടികളുടെ ഒരു കാര്യത്തിലും അവർ ചിന്തിക്കുന്നില്ല. അവർക്കൊന്നും അറിയും വേണ്ട. ഇങ്ങനെ കുട്ടികളെ പ്രസവിച്ചിട്ടു, അതെന്റെ കുട്ടിയാണ് എന്ന പോലും ഒരു ഭാവമില്ലാതെ കുട്ടികളെ ശരിക്ക് വീട്ടിൽ നിന്ന് തന്നെ വളർത്തി കൊണ്ടുവരേണ്ടതും അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ പാരന്റ്സ് തന്നെയാണ്, അല്ലെ? പാരന്റ്സ് ഇല്ലാതെ പോകുന്ന സമയത്താണ് മറ്റുള്ളവരെ ആ സ്ഥാനത്ത് നിന്ന് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും, അതായത് കുട്ടിയെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ, ഒരുപക്ഷെ അവരുടെ ജോലിയിലേക്കാവാം, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോവുക, വെറുതെ പോവുക, കുട്ടിയുടെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോവുക, ഇത്തരം പാരന്റ്സിനെയാണ് നമ്മൾ നെഗ്ലെക്റ്റ്ഫുൾ പാരന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു 4 ഗ്രൂപ്പാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഇതില് ഒരു 3 കൂടി ഞാൻ ജസ്റ്റ് ആഡ് ഓൺ ചെയ്ത് പറഞ്ഞുതരാം. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ പറയണം ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഏത് പാരന്റ് ആണ് നിങ്ങളെന്നും ഏത് പാരന്റിങ് സ്റ്റൈലിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം. ഓക്കെ, അപ്പോ മൂന്നാമത്തത് വരുന്നത് അഞ്ചാമത്തത് ജസ്റ്റ് ഞാൻ ആഡ് ഓൺ ചെയ്ത് ഈ മെയിൻ ഗ്രൂപ്പിൽ പെട്ടതല്ല, അതിന്റെ ശേഷം പറയാണ് ആൽക്കഹോളിക് ഓർ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്ത പാരന്റ്സ് ഉണ്ടാവും, അല്ലെ? ആൽക്കഹോളിക് ആയിട്ട് ആൽക്കഹോളൊക്കെ അടിച്ചു വരുന്നിട്ട്, അല്ലെ ഡ്രഗ്സ് അടിച്ചു വന്നിട്ട്, നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു നക്ഷത്ര എന്ന് പറഞ്ഞൊരു മോളുടെ ഒരു കഥ വായിച്ചിട്ടുണ്ടാവും, അല്ലെ? പലരും അത് മയക്കുമരുന്നിന് അടിമയാണ് ഫാദർ എന്നൊക്കെയാണ് കേട്ടത്. അപ്പൊ അതിന് ആ കുഞ്ഞിനെ അവര് ആ ഒരു അബോധാവസ്ഥയിൽ വന്ന് ചെയ്ത് കൊലപ്പെടുത്തി എന്നൊക്കെയാണ് കേട്ടത്. അപ്പൊ ഇത്തരം ആൽക്കഹോളിക് ഒക്കെ ആയ പാരന്റ്സ് അവര് വല്ലാതെ കുട്ടികളെ ഷൗട്ട് ചെയ്യും, വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് കുട്ടികൾ കണ്ടു വളരും. കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് വളരെ മോശമാവും, മാനസികമായി ഇമോഷണലി അപ്സെറ്റ് ആവും കുട്ടികൾ. ഇത്തരം പാരന്റ്സ് ആണ് ആൽക്കഹോളിക് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് പാരന്റ്സ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഡ്രഗ്സ് ഒക്കെ എടുക്കുന്നത് ഈ കൂട്ടത്തിൽ പെടും. ഒരു ഇപ്പൊ 4th 5th പറഞ്ഞു. 6th പാരന്റ്സ് ജോക്കിംഗ് പാരന്റ്സ് കേട്ടിട്ടുണ്ടോ? ചില പാരന്റ്സ് ഒക്കെ മറ്റുള്ളവരുടെ ഇടയിൽ പോയിട്ടും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ തമാശ രൂപത്തിൽ പറയും. അത് മുതിർന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവർക്ക് ഇഷ്ടപ്പെടൂല. കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ?
ഇപ്പൊ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങിയിട്ട് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. പക്ഷെ കുട്ടികൾക്ക് അത് തീരെ ഇഷ്ടാവില്ല. അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും അത് പറയും. എന്നിട്ട് ജോക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ ജോക്കിംഗ് പാരന്റ്സ് ആണ് അത്. അതും കുട്ടികളെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും മെന്റലി അപ്സെറ്റ് ആക്കുകയും ചെയ്യുന്നതാണ്. നൗ ദ ലാസ്റ്റ് ടൈപ്പ് യു ഹാവ് ദ അബ്യൂസീവ് പാരന്റ്സ്. അബ്യൂസീവ് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ വല്ലാതെ മോശമായിട്ട് വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു തരം പാരന്റ്സ്. അതും ഇതേപോലത്തെ മെന്റൽ സ്റ്റേറ്റിലേക്കും കുട്ടികൾ, ഞാൻ നേരത്തെ ഒരു ഹിറ്റ്ലറിന്റെ കഥയൊക്കെ പറഞ്ഞു, ഇതൊക്കെ ആ ഒരു കൂട്ടത്തിൽ പെടും. പാരന്റ്സ് കൊടുത്ത ഒരു ചെറുപ്പത്തിലുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് പിന്നീട് ആ മനുഷ്യനെ ആ രീതിയിലേക്ക് എത്തിച്ചതെന്നാണ് ഒരു കുറെ ഭാഗമൊക്കെ അത് തന്നെ ആയിരിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു 3 to, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീ സ്കൂളിംഗ് സ്റ്റേജ് 3 to 6 years ഓഫ് ഏജ് മനുഷ്യ ശരീരത്തിലെ ബ്രെയിൻ ഡെവലപ്മെന്റും, അതായത് 90% ഓഫ് ദ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന ഒരു കാലയളവാണ്. ആ സമയത്ത് എന്ത് നമ്മൾ കൊടുത്തോ, ഭയാനകരമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പോലും ആ കുട്ടിയിൽ അത് ഒരു 18-20 years ആകുമ്പോൾ അത് പ്രതിഫലിക്കുന്ന പറയുന്നത്, റിഫ്ലക്ട് ചെയ്യും. നമുക്ക് കുട്ടിക്കാലത്ത് കിട്ടിയ വല്ലാത്ത സ്ട്രോക്സ്, നെഗറ്റീവ് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവും. അതങ്ങനെ അവരുടെ ജീവിതത്തിലുടനീളം വന്ന് പിന്നീട് അവർക്ക് ഇത്തരം അഡോളസെന്റ് ഏജ് ഒക്കെ കഴിഞ്ഞ ഒരു അഡൽട്ട്ഹുഡിലേക്കൊക്കെ എത്തുമ്പോൾ അത് വല്ലാതെ അവരെ ബാധിക്കും. നേരത്തെ പറഞ്ഞ കേസുകളൊക്കെ ആ ഒരു രീതിയിലാണ്. അപ്പം IT പ്രൊഫഷൻസിന്റെ ഇടയിലാണ് ഈ ഒരു അബ്യൂസീവ് വർക്ക് സ്ട്രെസ് കൂടുതലുള്ളവരുടെ ഇടയിലാണ് ഇങ്ങനെ കാണുന്നത്. അതായത് അവരവരുടെ ജോലിയായിട്ട്, അല്ലെ ലാപ്ടോപ്പ് മൊബൈലൊക്കെ ആയിട്ടായിരിക്കും അവർ ജോലി ചെയ്യായിരിക്കും. ഇതിനിടയിൽ കുട്ടികൾ ചെന്ന് കയറി എന്തെങ്കിലും സംസാരിക്കുകയോ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് ദേഷ്യപ്പെടും. കുട്ടികളോട് വല്ലാതെ ഷൗട്ട് ചെയ്യും. ഇത്തരം ഷൗട്ടിങ്സും ബാഡ് ലാംഗ്വേജസ് യൂസ് ചെയ്യും. ഭയങ്കര ക്ലാഷ് ഉണ്ടാവും ഈ ഒരു തരം പാരന്റ്സ്. ഞാനിപ്പോ പറഞ്ഞ ആദ്യത്തെ മെയിൻ 4 പാരന്റ്സ് ഉണ്ടല്ലോ, അതോറിറ്റേറിയൻ, പെർമിസീവ്, നെഗ്ലക്ട്ഫുൾ. അതായത് നെഗ്ലക്ട് ചെയ്യാം കുട്ടികളെ, അവരെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ പോകുന്ന പാരന്റ്സ്. അപ്പോ ഇതില് ഏത് ഗ്രൂപ്പ് പെടും നമ്മളൊക്കെ? നിങ്ങളെപ്പോലെ ഞാനും ഒരു പാരന്റ് കൂടിയാണല്ലോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഏതായിട്ട് പോകാനാണ് താല്പര്യം? ഫസ്റ്റ് യെസ് പറഞ്ഞോളൂ. കേൾക്കാം. ഓക്കെ, എന്റെ പാരന്റിങ് വളരെ ഈസിയാണ്. എനിക്ക് 3 കുട്ടികളാണുള്ളത്. ഞാന് ആഫ്റ്റർ ബർത്തിന് ആ സമയത്തല്ല, പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്. എന്റെ കുട്ടികൾ ഏത് രീതിയിലാവണം, അത് മറ്റുള്ളവരെന്ത് വിചാരിക്കും നമ്മൾ ഈ ഒരു സിസ്റ്റം കൊണ്ടുപോകുമ്പോൾ ആ രീതിയിൽ ഞാൻ കാണാതെ എന്റെ കുട്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു രീതിയിലാവണം. അതുകൊണ്ട് തന്നെ 3 കുട്ടികളും എന്റെ കൺട്രോളിൽ വരുന്നുണ്ട് ഇപ്പോഴും. മൂത്ത മോള് 8ാം ക്ലാസ്സിലെത്തി, പക്ഷെ ഇപ്പോഴും എന്റെ കൺട്രോളിൽ കിട്ടുന്നുണ്ട് അവരെ. പിന്നെ അതേപോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കുട്ടികൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം സാധിച്ചു കിട്ടും എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ 3 കുട്ടികൾക്കും കൊടുത്തില്ല. അവർക്ക് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം കാര്യമല്ല, ഉമ്മാന്റെ അടുത്തത് വിജയിക്കൂല. അപ്പൊ അത് വലിയൊരു മെസ്സേജ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ കുട്ടികളെ ഒരു പെർഫോമൻസ്. പിന്നെ അതേപോലെ കാര്യത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ ഫസ്റ്റ് തന്നെ വിലയിരുത്തി കൊടുക്കും. അത് നിങ്ങൾക്ക് വേണ്ടതാണോ അല്ലെ വേണ്ടാത്തതാണോ? വേണ്ടതാണെങ്കിൽ ഓക്കെ, വേണ്ടത് നമുക്ക് ചെയ്യാം. അത് വേണ്ടാത്തതാണെങ്കിൽ അത് ചെയ്യാം. ആ രീതിയിലാണ് എന്റെ പാരന്റിങ്. അപ്പൊ കുട്ടിക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഹലോ, ഓക്കെ. അപ്പൊ നമുക്കൊരു അതോറിറ്റേറ്റീവ് പാരന്റ്സ് ആയിട്ട്, അതോറിറ്റേറിയൻ അല്ല, അതോറിറ്റേറ്റീവ് പാരന്റ്സ്, കുട്ടിയുടെ മേല് അതോറിറ്റി ഉണ്ട് അവർക്ക്. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ആവശ്യമില്ലാത്തത് എന്താന്ന് വെച്ചാൽ അത് ഒഴിവാക്കി കൊടുക്കും. കൃത്യമായ ബോധവൽക്കരണം നടത്തും. നമുക്ക് ഒരു അതോറിറ്റേറ്റീവ് പാരന്റ് ആയിട്ട് പാരന്റിങ് വളരെ ഈസി ആക്കിയിട്ട് മുന്നോട്ട് പോവാം. അതായത് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുക. ഓക്കെ, വേണ്ടാത്തത്, അവർക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ മക്കളെ കൂട്ടുപിടിച്ചിട്ട് ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഓക്കെ, കുട്ടികൾ ഉണ്ടാകുന്ന പേടി, നമ്മള് പാരന്റ്സിനെ പേടിക്കുക.
ഈ ഒരു രീതി ചില കുട്ടികൾക്കൊക്കെ ഉണ്ട്. വളരെയല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്യൂസീവ് ഇങ്ങനത്തെ പാരന്റ്സ് ഒക്കെ ആകുമ്പോൾ അവരുടെ ഫാമിലിയിൽ തന്നെ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഫാമിലി നമ്മൾ കയറി ചെന്നാൽ തന്നെ മക്കൾക്കൊക്കെ പേടിയുണ്ടാവും. എല്ലാ കാര്യത്തിനോടും പേടിയായി മാറും. എല്ലാത്തിനും ഒരു ഉൾവലിയലുണ്ടാവും. കാരണം യാതൊരു വിധത്തിലുള്ള കോൺഫിഡൻസ് ഗെയിനിങ് ആയിട്ടുള്ള ഒരു സംഭവം അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഫുൾ പേടി 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 തന്നെ ആയിരിക്കും. ഇത്തരം ഇങ്ങനെ ആവരുത് നമ്മുടെ പാരന്റിങ് സ്റ്റൈല്. പേടി ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഒരു പിടിവാശി സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അവർ നേരത്തെ പറഞ്ഞ പോലെ കരഞ്ഞ് കാര്യങ്ങളൊക്കെ സാധിപ്പിക്കാൻ നോക്കിയാലൊന്നും നമ്മൾ അത് ചെയ്തു കൊടുക്കരുത്. നമ്മളിപ്പോ ഇത്രയും നേരം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മള് കുട്ടികളിൽ കാണുന്ന നെഗറ്റീവ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് ഇത്തരം കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യും, എന്താ ചെയ്യുക, എങ്ങനെ പറഞ്ഞു കൊടുക്കും, എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, വളരെ ബുദ്ധിമുട്ടായി പോവാണ് പല സമയങ്ങളിലും. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. ചിലർ നല്ല നോർമൽ ആയിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമ്മൾ പറയുമ്പോഴൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കളിയൊക്കെ കളിക്കുമ്പോൾ ചില മക്കൾ കളിക്കുമ്പോൾ നമുക്ക് പാരന്റ്സിന് വല്ലാത്തൊരു ആദ്യം എന്താ ചെയ്ത് കൊടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കും. നമ്മളെ കുട്ടികൾ കുസൃതിത്തരങ്ങൾ കുട്ടികളിൽ ഉണ്ടാവണം എന്നാണ്. അപ്പൊ ആ സമയത്താണല്ലോ നമ്മൾ അവർ കുട്ടികൾ എന്ന പേര് പറയുന്നത്. കുട്ടിക്കാലം അല്ലെ, വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കത് വീക്ഷിക്കാൻ കഴിയണം, ഒബ്സർവ് ചെയ്യാൻ കഴിയണം. അവരിലുണ്ടാവുന്ന എല്ലാ ഇത്തരം കുസൃതികളും നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ അവരെ കൂടെ നിന്ന് കളിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പം നമ്മളെ വീട്ടില് കട്ടിലിന്റെ മുകളിൽ ജനലിന്റെ മുകളിലൊക്കെ പിടിച്ചു കയറുന്ന മക്കളുണ്ടാവും അല്ലേ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലെ. ഉടനെ തന്നെ ചാടി കയറി വന്ന് ദേഷ്യം പിടിച്ച് ആ കുട്ടിയെ വലിച്ചൂരി, ഈ രീതിയല്ല നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കണ്ട. പിന്നെ ആ ഒരു കുറഞ്ഞ സമയത്തേക്ക് അവർ മാറി നിൽക്കും. പിന്നെയും നമ്മൾ അങ്ങോട്ട് തെറ്റുമ്പം വീണ്ടും പഴയ പോലെ തന്നെ അവർ കളിക്കാൻ തുടങ്ങും. ഈ ഒരു സ്റ്റൈലിലല്ലാതെ നമ്മൾ അവരോടൊപ്പം നിന്ന് വാ മോനെ, ഇതല്ല, ഈ ഗെയിം അല്ല, ഉമ്മച്ചിന്റെ കൂടെ വേറൊരു ഗെയിം കളിക്കാൻ, നമുക്ക് വേറൊരു ഗെയിമിലേക്ക് മാറാം, ഞാനും കൂടാം കളിക്കാൻ. അവർക്ക് എന്ത് ഇഷ്ടമായിരിക്കും അറിയാം. നമ്മളൊരു കളിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇരുന്ന് കൊടുക്കുക, നമുക്ക് സമയമില്ലാത്ത വലിയൊരു പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ ഈ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗമൊക്കെ തന്നെ കുറച്ച് എടുക്കാനും പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ് അവർക്ക് കൊടുക്കാം. അതായത് ഗാർഡനിങ് അല്ലെങ്കിൽ കളറിങ്, വേറെ എന്തെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോയാൽ അവരുടെ കളികൾ അകത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കളികൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവർ ചെയ്യുന്ന നന്മകൾ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ലേ അല്ലേ. നമ്മൾ അവരുടെ തെറ്റുകൾ മാത്രം കണ്ടിട്ടാണ് ഇപ്പൊ കുറ്റപ്പെടുത്തിയത്. എല്ലാവർക്കും ഇഷ്ടാവോ ഈ ഒരു കാര്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തിയാൽ നമുക്ക് ഇഷ്ടാവോ? ഇഷ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രശംസയും അഭിനന്ദനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണം, പ്രോത്സാഹനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. ഇതുപോലെ തന്നെയാണ് കുട്ടികൾക്ക്. അവരിൽ ഒരുപാട് നന്മ ഉണ്ട്, അതൊന്നും നമ്മൾ എന്താവുന്നില്ല, കാണുന്നില്ല, കാണാൻ ശ്രമിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ ആയിരിക്കും നമ്മൾ അവരെ നന്മ നമ്മൾ കാണുന്നില്ല, അവർക്ക് അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ചെറിയ 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 പ്രോത്സാഹനങ്ങൾ, ചെറിയ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. വലിയ റേറ്റിന്റെ വലിയ വില കൂടിയ ഗിഫ്റ്റ് വാങ്ങിക്കാനല്ല പറയുന്നത്, ചെറിയ പ്രോത്സാഹനങ്ങൾ. ഏറ്റവും എന്താ പറയാ, വില കൂടിയ ഒരു ഗിഫ്റ്റ് ഉണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, പക്ഷെ ഫിനാൻഷ്യലി യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല, ക്യാഷിന്റെ ഒരു ചെലവും ഇല്ലാത്ത നല്ല വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതേതാന്ന് പറയാൻ പറ്റുമോ നമ്മളെ ഓഡിയൻസിന്? പാർട്ടിസിപ്പൻസ് ആർക്കെങ്കിലും അറിയോ? ലവ്. ഓക്കെ, ഒരാള് ലവ് എഴുതിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്? കിസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. പിന്നെ ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് തന്നെയാണ് ഏറ്റവും വില. നമുക്ക് ക്യാഷിന്റെ ഒരു ചെലവും ഇല്ല അല്ലെ. അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു കിസ് കൊടുക്കുക. അത് അവരിൽ ഉണ്ടാക്കുന്ന വലിയ ഈ ഒരു ടച്ച് എന്ന് പറയുന്ന ഒരു സംഭവം അവരിൽ ഉണ്ടാക്കുന്നത് വലിയൊരു ചേഞ്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കാൻ നമ്മൾ മറന്നു പോകരുത്. പിന്നെ കുട്ടികളെ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് വളർത്താൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക.
ചെറിയ കുട്ടികളാവട്ടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുത്ത് ഈ പ്രീ സ്കൂളിംഗ് സ്റ്റേജിൽ ഇപ്പൊ പ്രത്യേകമായിട്ട് പറയുന്നതും അത് തന്നെയാണ്. കുട്ടികളെ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് വളരാൻ അവരെ അനുവദിക്കണം. അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഏതൊരു ഏജ് ഗ്രൂപ്പ് മുതലാണ് ഫുഡ് കഴിക്കുന്നത് കുട്ടികൾ? ഫുഡ് ഒറ്റക്ക് കഴിക്കുന്ന കേട്ടോ, ഫുഡ് കഴിക്കുന്നതെന്നല്ല, ഫുഡ് ഒറ്റക്ക് കഴിക്കാന്ന്. 1.5 വയസ്സൊക്കെ ആകുമ്പോ തുടങ്ങൂലേ? 1.5 വയസ്സൊക്കെ ആകുമ്പോൾ 2 വയസ്സ്. മൂന്നെണ്ണങ്ങളൊക്കെ ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ് അല്ലെ, നിങ്ങളെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മതി. ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. ഒറ്റക്ക് കഴിക്കാൻ നമ്മൾ ഈ വായിലിട്ട് കൊടുത്താല് കഴിക്കുന്ന ഒരു പ്രായം തൊട്ട്, അതായത് 1 വയസ്സ് തൊട്ട് തന്നെ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാത്രം വാങ്ങിക്കാം, ഓക്കെ, ഒരു പ്ലേറ്റ് വാങ്ങിക്കാം, ഒരു കപ്പ് വാങ്ങിക്കാം, എന്നിട്ട് അവർക്ക് വെച്ചു കൊടുക്കാം ഫുഡ്. കുറേയൊക്കെ പാത്രത്തിന് പുറത്തൊക്കെ പോകും. പിന്നെ അത് നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവരണം. ഈ വേസ്റ്റ് ആക്കുന്ന ഭാഗം നമ്മൾ കുറയ്ക്കാൻ നമ്മളും ശ്രമിക്കും. അടുത്തേക്ക് വെച്ചു കൊടുക്കുക, എന്നിട്ട് ട്രൈ ചെയ്യിക്കുക, നമ്മളെ കൂടെ ഇരുത്തി ഫുഡ് കൊടുക്കാൻ നോക്കുക. എന്നാൽ പിന്നെ അവർ സ്കൂളിലേക്കൊക്കെ എത്തുന്ന, പ്രീ സ്കൂളിൽ തന്നെ ആവട്ടെ, എത്തുമ്പോൾ അവർക്ക് ഒറ്റക്ക് കഴിക്കാനുള്ള ഒരു പ്രയാസമൊന്നും ഉണ്ടാവില്ല. ചില കുട്ടികൾ നമുക്ക് കാണാം, അവര് ഫുഡ് വെച്ചിരിക്കും. അവരാരെങ്കിലും വരട്ടെ ഫീഡ് ചെയ്യാൻ, ടീച്ചേഴ്സോ ആന്റിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കും. അപ്പൊ ഇതല്ല വേണ്ടത്, നമുക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാം ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ടോയ്ലറ്റ് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നമ്മൾ സ്കൂളിലേക്കൊക്കെ വിടുന്ന സമയത്ത്, പ്രീ സ്കൂളിലാവട്ടെ, കുട്ടികൾ ഒഴിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ആ ഹാബിറ്റ് അവരിലേക്ക് കൊണ്ടുവരിക. പാരന്റിങ്ങിൽ വരുന്നതാണ് ഇതൊക്കെ. നമ്മൾ ചെയ്തു കൊടുക്കാൻ വീട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കുമ്പോൾ ഈ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന, അതായത് നാപ്കിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികൾ എന്താവും, അതിനോട് യൂസ് ടു ആയി ടോയ്ലറ്റിങ് കറക്റ്റ് അല്ലാതെ പോവാണ്. അതിൽ തന്നെ ഒഴിച്ച് നമ്മൾ ട്രൗസേഴ്സിൽ ക്ലാസ്സിൽ വരുന്ന സമയത്തും അവിടെ അങ്ങനെ തന്നെ ഒഴിച്ചു പോവാന്നുള്ളൊരിതുണ്ട്. അത് നിങ്ങളൊരു 2 ആഴ്ച പ്രീ സ്കൂളൊക്കെ ആവട്ടെ അവിടുന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ ഇന്ന സമയത്തേ പോകാവൂ അല്ലെ, ആ സമയത്ത് എല്ലാവരെയും കൊണ്ടുപോവാം. അങ്ങനെ ആവുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് പിന്നെ മാറി, ആ സമയത്താണ് എനിക്ക് പോകേണ്ടത്. ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പോവാനുണ്ടെങ്കിൽ നിങ്ങൾ പറയിപ്പിക്കുക, പോകാനുണ്ടോ എന്ന് ചോദിച്ച് നിങ്ങൾ കൊണ്ടുപോവാ. ഇത് ഒരിക്കലും ഒഴിവാക്കാതെ പാമ്പേഴ്സ് തന്നെ കുറേ ഏജ് 3 years വരെ 4 years വരെ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അല്ലെ. അതൊക്കെ മാറ്റിയെടുക്കാം നമുക്ക് അവിടുന്ന്. അപ്പൊ കുട്ടികൾ സെൽഫായിട്ട് കാര്യങ്ങൾ പറയാനും ചെയ്യാനും ശീലിപ്പിക്കുക. പിന്നെ യൂണിഫോം ആവട്ടെ, ഡ്രസ്സ് ആവട്ടെ, ഇതൊക്കെ അവർക്ക് സ്വയം ഇടാനുള്ള പരിശീലനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്താൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതൊക്കെ അവരുടെ ഹാബിറ്റാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ കൂട്ടുകെട്ടാണ് അല്ലെ. നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും നമ്മൾ ചെറുപ്പം മുതലേ ശീലിപ്പിക്കുക കുട്ടികൾക്ക്. ഏതാണ് നല്ലത് എന്ന് നമ്മൾ അവർക്ക് ഒരു ബോധവൽക്കരിക്കുക കുട്ടികളെ. അല്ലാതെ ഇന്നാള് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഓപ്പണായിട്ട് പറയാന്നല്ല. മോൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ ഉമ്മച്ചി കാണിച്ചു തരാം, അല്ലെ പറഞ്ഞു തരാം, അവരെ കൂടെ എത്തിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നവരോട് കൂട്ടുകൂടണ്ട, അല്ലെങ്കിൽ അങ്ങനെ പറയാനൊന്നും പാടില്ല. ഇത്തരം കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അവിടെ മറ്റു കുട്ടികളെ കുറ്റപ്പെടുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്റെ ഉമ്മച്ചി പറഞ്ഞല്ലോ അവര് ഇങ്ങനെയാണ് അങ്ങനെയാണ്, ആ രീതിയില്ല. സ്വഭാവം നല്ലത് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, നൗ പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ പ്രതീക്ഷകൾക്ക് കുട്ടികളെ വളരാൻ അതുപോലെ ആവണം. നീ ഡോക്ടർ ആവണം, നീ എഞ്ചിനീയർ ആവണം, ഈ രീതിയിലേക്ക് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാതെ കുട്ടികൾക്കൊരു താല്പര്യം ഉണ്ടാവും. അതെന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം അവർക്ക് വഴികാട്ടിയായിട്ട് നമ്മൾ പോവാൻ. അല്ലാതെ നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ ആവണം. അവർക്ക് പറ്റാത്തവരാണ്, അവർക്ക് ആ കഴിവില്ല, ആ പൊട്ടൻഷ്യൽ ഇല്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കുട്ടികളെ പഠന കാര്യത്തിലാവട്ടെ, മറ്റ് അവർ കരിയർ ചൂസ് ചെയ്യുന്നതിലാവട്ടെ. ഇപ്പം +1 +2 ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന പാരന്റ്സ് ഉണ്ടാവും. അവർക്ക് ഈ ഒരു വല്ലാത്തൊരു സമയമാണ് അല്ലെ. ഏതിലേക്ക് എന്താണ് ചോയ്സ്, എന്തിലേക്ക് വിടും. നമുക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിലത്തെ വീട്ടിലെ കുട്ടി ഇങ്ങനെ ആയിട്ടുണ്ട്, അല്ലെ മറ്റേ കുട്ടി അങ്ങനെയാണ്, വീട്ടില് കസിൻസിന്റെയോ റിലേറ്റീവ്സിന്റെയോ ഒക്കെ മക്കൾ ഇങ്ങനെയാണ്. പക്ഷെ നമ്മുടെ സ്വന്തം കുട്ടിന്റെ കഴിവ്, കാലിബർ, അവരുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടെത്തി വേണം നമ്മൾ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് അടുത്ത പോയിന്റ്, നല്ലൊരു മനുഷ്യരാക്കി വളർത്തിയെടുക്കാൻ പറ്റും. നല്ലൊരു മനുഷ്യരാവാൻ നമ്മൾ അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുക്കണം. സോഷ്യൽ ഇന്ററാക്ഷൻ
അയൽപക്കത്തെ വീട്ടിലുള്ളവരോടും മറ്റു കുട്ടികളോടും വീട്ടിലുള്ള മറ്റ് ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ ഇടപഴകാന് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഡോണ്ട് ബി സെൽഫിഷ്, അല്ലെ? നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പൊ അത് അടുത്ത ദിവസമായിട്ട് നമ്മൾ പേപ്പറിൽ ന്യൂസ് വായിച്ചല്ലോ, 2 ഓൾഡ് പാരന്റ്സ്, ഒരു 70-80 വയസ്സുള്ള ഉപ്പയും ഉമ്മയും മരിച്ചൊരു കഥ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? അത് കേട്ടു അല്ലെ? നമ്മൾ ഇത്രയും അടുത്ത് നമ്മൾ അയൽവാസികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും മറ്റുള്ളവരൊക്കെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു കാര്യം അറിയാതെ പോയി എന്ന് കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീടുള്ള ന്യൂസ് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്ത് തന്നെ ആയാലും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സൊസൈറ്റിക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾക്കും ഒക്കെ ഉപകരിക്കുന്ന ഒരു മക്കളായിട്ട് സോഷ്യലായിട്ട് വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് സ്നേഹം കൊടുത്തും അവരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു അവരെ സോഷ്യലാക്കി മാറ്റണം. നോട്ട് ഫോർ സെൽഫ്, അല്ലെ? എനിക്ക് വേണ്ടി ഉണ്ടാക്കുക, അല്ലെ? സ്വന്തം വീട്ടിൽ തന്നെ ആവട്ടെ സഹോദരങ്ങൾക്ക് കൊടുക്കാനോ ഒക്കെ മടി കാണിക്കുന്നവരാണ് ഇന്ന് പലരും. എനിക്ക് എൻ്റെ കുടുംബം അങ്ങനെ ഒതുങ്ങി പോവാണ്. അങ്ങനെ ഒതുങ്ങാതെ മറ്റുള്ളവരിലേക്കും ഷെയർ ആൻഡ് കെയർ, അത് ഇപ്പൊ ഈ ഒരു പ്രീ സ്കൂൾ സ്റ്റേജിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഷെയർ ആൻഡ് കെയർ എന്ന സംഭവം ഇത് തന്നെ മുതിർന്നു വരുമ്പോൾ വലിയ കുട്ടികളിലേക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ വേറൊരു പോയിന്റ്, തോൽവിയും ജയവും, അല്ലെ? തോൽക്കാൻ ആർക്കും മനസ്സില്ല, തോൽവി കുട്ടികൾക്ക് അറിയില്ല. ചെറുതാവുമ്പേ നമ്മൾ കളിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളും കുട്ടികളും കളിക്കുകയാണെങ്കിൽ തന്നെ മക്കൾ കരയണ്ടെന്ന് വിചാരിച്ച് അവരെ തോൽപ്പിക്കില്ല, അവരെ ജയിപ്പിച്ചു വിടും, അല്ലെ? സ്കൂളുകളിലും പ്രീ സ്കൂളുകളിലും ഒക്കെ ആവട്ടെ ചെറിയ കുട്ടികളുടെ കേസിൽ എടുക്കുമ്പോൾ നമ്മൾ അവരെ തോൽപ്പിക്കാതെ എല്ലാവരും ജയിച്ചു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല് കുട്ടികൾക്ക് തോൽവി ഉൾക്കൊള്ളാനുള്ള ഒരു മനഃശക്തി ഇല്ലാതായി പോവാണ്. വലുതായി വരുമ്പോൾ ചെറിയ മാർക്സിന്റെ ഒരു ഡിഫറൻസിലാണ് ഇപ്പം കുട്ടികളൊക്കെ ആത്മഹത്യ പ്രവണത വരെ കണ്ടുവരുന്നുണ്ട്. വലിയ IITസിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ ഒരുപാട് സ്ട്രെസ്, പഠനത്തിലെ സ്ട്രെസ് കാരണമായിരിക്കും എനിക്ക് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല, എന്റെ മാർക്ക് കുറഞ്ഞു പോയി, ഇത്തരം മാർക്ക്. അത് മാത്രമാണ് ലൈഫ് എന്ന് ജയിക്കല് മാത്രമാണ്, തോൽവി ഇല്ല. തോൽവി അവർ പഠിച്ചിട്ടേ ഇല്ല. അപ്പം അത്തരം കുട്ടികളാണ് ഇങ്ങനത്തെ ആത്മഹത്യ പ്രവണതയിലേക്കൊക്കെ പോകുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, അല്ലെ? ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തരാണ്. അപ്പൊ അവിടെ കമ്പാരിസൺ പാടില്ല. പാരന്റിങ് രീതിയിൽ നീ എന്താ അവളെ പോലെ ആവാത്തത്, അല്ലെ? അടുത്ത വീട്ടിലെ അയൽപക്കത്തുള്ള നല്ലൊരു കുട്ടിയുണ്ട്, അവർ നല്ലോണം പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ലോണം ചെയ്യുന്നുണ്ട്, അതുപോലെ ആവാത്ത എന്താ? നമുക്ക് ചെറിയ ബോധം കൊടുക്കും, ആ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അത് നല്ല കാര്യം. പക്ഷെ അവളെ പോലെ ആവാത്തത് എന്താ എന്ന രീതി, അല്ലെങ്കിൽ അവളെ മാത്രം അവനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയാം. അത് കുട്ടികൾക്ക് വളരെ എന്താവും, പ്രയാസം വരുന്ന ഒരു കാര്യം. എപ്പോഴും അവരിലെ നന്മ പറയാ, അത് കുട്ടികളുടെ മുന്നിൽ പലപ്പോഴും ഓരോ പാരന്റും ചെയ്തു പോകുന്നതാണ്. അത് നമ്മള് ചെയ്യാതിരിക്കാം. കുട്ടികൾ സ്വയം ഏബിൾ ആവാനും, അവർ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആണ്, അവരെ കഴിവിനെ നമ്മൾ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരും. നെക്സ്റ്റ് അനുസരണക്കേട്. നമ്മൾ ഈ അനുസരണക്കേട് കാണിക്കുമ്പോൾ അത് വല്ലാത്തൊരു പ്രയാസമായിട്ടാണ് ചില പാരന്റ്സ് വിചാരിക്കുന്നത്. അത് അത്ര ഒരു അപകടമൊന്നുമല്ല. അനുസരണക്കേടൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്കുള്ള ചെറിയ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ചില സംഭവങ്ങൾ, അവരുടെ ഹോബീസ് ഉണ്ടാവും, സൈക്ലിംഗ് ഉണ്ടാവും, സ്വിമ്മിങ് പോലത്തെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെ ഫുഡ്, ഇതൊന്നും എന്ത് ചെയ്യാം, നമ്മളൊരു ചെറിയൊരു പണിഷ്മെന്റ് പോലെ മാറ്റിക്കളി. ഇന്ന് ഇത് തരൂല, അല്ലെ? ഇന്ന് നിനക്ക് സൈക്ലിംഗ് ഇല്ല, അല്ലെ ഇന്ന് വേറെ എന്തെങ്കിലും ഇല്ല. അവരെന്തെങ്കിലും കുസൃതി കാണിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. അല്ലാതെ ഒറ്റയടിക്ക് അടിക്കുകയും പിടിക്കുകയും വടിയെടുത്ത് അടിച്ച് ശീലിപ്പിച്ചത് കൊണ്ട് ആ സമയത്തേക്ക് കുറച്ച് മാറ്റം ഇല്ലാതെ നമുക്ക് ഒരു എഫക്റ്റീവായിട്ട് മുന്നോട്ട് ഒരു മാറ്റത്തിലേക്കൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് വല്ലാതെ ലാളിക്കുക കുട്ടികളെ. എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണോ? തീരെ ലാളനയില്ലേ? ആവശ്യത്തിന്, അല്ലേ? ആവശ്യത്തിനെ ലാളിക്കുകയും വേണം. അമിതമായാല് കുട്ടികൾക്ക് വില കൂടിയ ലാളന കൊണ്ട് എന്താ പറയാ, ചിലര് അത് വേണം ഇത് വേണം ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഈ ഒരു രീതി നമ്മൾ ഒഴിവാക്കണം. അവർക്ക് എന്താണോ ആവശ്യം, എന്താണോ അത്യാവശ്യം, എന്താണ് വേണ്ടാത്തത്, അനാവശ്യമായ കാര്യങ്ങൾ
ഒക്കെ ഒഴിവാക്കുക. അത്യാവശ്യമായി എന്താണോ അവർക്ക് വേണ്ടത്. പിന്നെ ഒരു വീട്ടിലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, എൻ്റെ കയ്യിൽ ഇത്രേ ക്യാഷ് ഉള്ളൂ, അത് കുട്ടികൾക്ക് അറിയാനും, ആ പ്രയാസം, പാരൻസിന്റെ ഒരു ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും ഇപ്പൊ ചെറിയ മക്കളുടെ അടുത്തൊന്നും നമുക്കിപ്പോ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. അവർക്കത് ഇത്ര ബോധം വരില്ല, മനസ്സിലാവില്ല. പക്ഷെ ചെറിയ രീതിയിൽ വലിയ റേറ്റിന്റെ അല്ലെങ്കിൽ വലിയ സാധനങ്ങൾ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ പറയുമ്പോൾ നിങ്ങൾ പറയാ അത് ഇത്ര എൻ്റെ കയ്യിൽ ക്യാഷ് ഉള്ളൂ, എനിക്ക് ഇത്രേ വാങ്ങിച്ചു തരാൻ പറ്റും, ഇതേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടികൾ ഓട്ടോമാറ്റിക്കലായി രണ്ട് കാര്യം, അതായത് എല്ലാം കിട്ടില്ല, ഒരു ഇങ്ങനെ അനാവശ്യമായിട്ട് കരഞ്ഞതുകൊണ്ട് കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളത് അവർക്കൊരു ബോധം വരും. പിന്നീട് അത് കുറയ്ക്കും. നമ്മളിപ്പോ കരഞ്ഞ് അങ്ങേ എത്തുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു പോയാൽ പിന്നെയും അവർ അതേപോലെ തന്നെ ചെയ്യാൻ തുടങ്ങും. അതുപോലെ റേറ്റിന്റെ കാര്യം ഇങ്ങനെ ആവുമ്പോൾ കുട്ടികൾക്കൊരു ഫിനാൻഷ്യൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെത്തും. ഓക്കെ. പിന്നെ കുട്ടികളിലെ ഒരു കരുതാൻ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ, സെൽഫ് പ്രൊട്ടക്ഷൻ അത് പഠിപ്പിച്ചു കൊടുക്കുക. ചെറുതാവുമ്പേ തുടങ്ങാം. പിന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിലും, ഇപ്പോൾ അഡോളസെന്റ് ഏജിലായാലും ഏത് ഏജിലായാലും നമ്മളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഓരോ ഏജ് കാറ്റഗറിയിൽ നമുക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ചെറിയ ഏജ് മുതലേ നമ്മൾ ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും പറയുന്നുണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പാരന്റ്സ് മീറ്റിംഗിൽ വരെ നമ്മൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. ആരാണ് അന്യർ? അന്യരായ ആൾക്കാര്, അല്ലെങ്കിൽ അവരെ ടച്ച് ചെയ്യുന്നതും ഏതാണ്, എവിടെയാണ്, എന്ത് ടച്ചാണ്, ആ ഒരു രീതി നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഓക്കെ. നമ്മൾ സെൽഫ് കൺട്രോൾ, നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക ഫ്രം സ്ട്രേഞ്ചേഴ്സ്. അതായത് അന്യ ആൾക്കാരിനടുത്തും അപരിചിതരായ ആൾക്കാരടുത്തും നമ്മൾ എങ്ങനെ നിൽക്കണം എന്നും അവർ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ മറുപടി കൊടുക്കണം എന്നും അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ചെറുതാവുമ്പോൾ തന്നെ കുട്ടികളെ കൊടുക്കുക. പിന്നെ പേടി വളർത്തരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. തുടക്കത്തിൽ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരുമ്പോൾ ആദ്യം പറഞ്ഞിരുന്നു. പേടി, നമ്മൾ കുട്ടികളിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് അവരെ ഷൗട്ട് ചെയ്യുകയും കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഒരു പേടി, ചില കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് പേടി വരാണ്. ടീച്ചേഴ്സിനെ പറഞ്ഞ് പേടിപ്പിക്കും. ചില മക്കൾക്ക് കൂളായിട്ട് എടുക്കും, അവർക്കൊരു വിഷയം ഉണ്ടാവില്ല. ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ടീച്ചർ അടിക്കും. ഈ ഒരു രീതി ഒഴിവാക്കുക. കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഈ ഒരു രീതി ഒഴിവാക്കണം. കാരണം പിറ്റേ ദിവസം സ്കൂളിൽ വരുമ്പോൾ ടീച്ചർ, ഉമ്മ പറഞ്ഞല്ലോ ടീച്ചർ, ഞാനിത് ചെയ്തില്ലെങ്കിൽ ടീച്ചർ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. ടീച്ചർ, ഉമ്മ ചിലപ്പോൾ വെറുതെ സ്കൂളിൽ നിന്ന്, വീട്ടിൽ നിന്ന് ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും. ടീച്ചർ അടിക്കുന്ന ടീച്ചറൊന്നും ആയിരിക്കില്ല. പക്ഷെ അത് കുട്ടിയുടെ എന്താവും, മനസ്സിലേക്ക് അത് കയറിയിട്ടുണ്ടാവും. ഉമ്മ പറഞ്ഞ കാര്യം സ്കൂളിലെത്തി ആ ടീച്ചർ ഇങ്ങനെ കാണുമ്പോൾ ഇത് തന്നെ മനസ്സിൽ ഓർമ്മ വരും. അപ്പൊ വെറുതെ കുട്ടികൾ ഇരുന്ന് പ്രയാസപ്പെടും, കരയാൻ തുടങ്ങും. ടീച്ചർ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പേടി തോന്നും. പാവം ടീച്ചർ ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ പേടിപ്പിക്കരുത്. നമുക്ക് എല്ലാ രീതിയിലുള്ള കോൺഫിഡൻസും കൊടുക്കാനും നമ്മൾ പാരന്റ്സ്, അമിത എന്താ പറയുക, കോൺഫിഡൻസ് അല്ല കേട്ടോ, കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റിയെടുക്കുന്നതിന്റെ സെൽഫ് കോൺഫിഡൻസ് അവരിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതായത് വീട്ടിന്റെ അകത്താണ്, കിച്ചണിൽ നിന്നാണ് തുടങ്ങുന്നതെന്നാ പറയുന്നത്. നമുക്ക് കിട്ടുന്നില്ല ധൈര്യം, നമ്മളെ ഉമ്മമാര് തരുന്ന ധൈര്യമാണ് നമ്മളെ ലാസ്റ്റ് വലിയ ഉയരങ്ങളിൽ വരെ എത്തിക്കുന്നത് എന്നാ പറയുന്നത്. അവര് പിന്നാലെ നിന്നിട്ട് പഠിപ്പിച്ചെടുക്കുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. അതായത് കിച്ചണിൽ നിന്ന് നമുക്കിപ്പോ ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾക്കൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് ടേബിളിൽ എത്തിക്കാനും ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കാനും. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് കൊണ്ടുവെക്കണ്ട, നിങ്ങൾ കൊണ്ടുപോയാൽ ഇത് പൊട്ടിപ്പോവും, ഗ്ലാസ് ആവട്ടെ പ്ലേറ്റ് ആവട്ടെ. ഐ ടേക്ക് ആൻ എക്സ്ക്യൂസ്. ബാങ്ക് കൊടുക്കുന്നുണ്ടേ.
ഓക്കെ. നേരത്തെ പറഞ്ഞ ഈ കോൺഫിഡൻസിന്റെ കാര്യം, നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ്. എല്ലാ കാര്യത്തിനും നീ ചെയ്യണ്ട, നീ ചെയ്യരുത്, ഡോണ്ട് ഡു എന്ന രീതിയിൽ കേട്ട് വളർന്നാല് കുട്ടികൾ എന്താവും, ഒരു ചെറിയൊരു ഇൻട്രോവേർട്ട് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. എല്ലാത്തിനും മുന്നിലോട്ട് പോകാൻ ചെറിയൊരു പേടി ഉണ്ടാവും. നമ്മളെ കുട്ടികളെ പുറത്തു കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പാരന്റ്സിന്റെ കൂടെ അവര് പുറത്തൊക്കെ കൊണ്ടുപോയി പ്രകൃതിയൊക്കെ അറിഞ്ഞും കണ്ടും ഒക്കെ വളരണം എന്നാണ്. നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ പാർക്കിൽ എവിടെയൊക്കെ പോകുമ്പോൾ ചില മക്കൾക്ക് ഭയങ്കര പേടി ഉണ്ടാവും എല്ലാ റൈഡ്സിലും കയറാൻ. ചിലർ അതിനു വേണ്ടി കാണാം എല്ലാത്തിലും ഓടിപ്പിടിച്ച് കയറിപ്പോയി നല്ല ധൈര്യമുള്ളവരെ പോലെ എല്ലാം അവർ ചെയ്യും. പക്ഷെ എല്ലാത്തിലും നമ്മളൊരു കൺട്രോളും നമ്മളൊരു നോട്ടവും ഉണ്ടാവണം. നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പം അപകടം പറ്റും. ചില കാര്യങ്ങൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ വിട്ടുകൊടുക്കണം. അല്ലാതെ ഇപ്പൊ തീ കൊണ്ടുള്ള കളികളൊക്കെ ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അത് ചെയ്യാൻ പാടില്ല എന്നും വിലക്കുകയൊക്കെ വേണം. പക്ഷെ ചില കാര്യങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും. ചില പാരന്റ്സിനെ കാണാം യൂണിഫോം ഇട്ട് കൊടുത്ത് സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് യൂണിഫോം എടുത്തു കൊടുക്കും. അത് അയൺ ചെയ്ത് കൊടുക്കൽ ചിലപ്പോൾ നമ്മൾ ചെയ്യണം ഈ ഒരു പ്രീ സ്കൂളിംഗ് സ്റ്റേജിൽ. അതിനകത്ത് അത് ഇട്ട് കൊടുക്കാനും ആ പാരന്റ് വരും, ഷൂ ഇട്ട് കൊടുക്കും, സോക്സ് ഇട്ട് കൊടുക്കും, എല്ലാം. ഇതൊക്കെ ആ ഒരു ഏജിൽ കുട്ടികൾ ചെയ്യും. നമ്മൾ അവർക്ക് വിട്ടുകൊടുത്താൽ അവര് ചെയ്യും. ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു എന്താ പറയാ, നമ്മളെ പോലെ പെർഫെക്റ്റ് ആയിരിക്കില്ല അല്ലെ? പക്ഷെ അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെയാണ് ഇടേണ്ടത് എന്ന് അവിടെ നിന്ന് ഗൈഡ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ പൂർണ്ണമായിട്ടും നമ്മൾ തന്നെ ചെയ്യരുത്. അപ്പൊ എന്താവും, ഡേയ്സ് അങ്ങനെ പാസ് ചെയ്യുമ്പോഴേക്ക് കുട്ടികൾ ആ ഒരു ഇയർ കഴിയുമ്പോഴേക്ക് തന്നെ നല്ല ഏബിൾ ആയിട്ട് അവർ വരും. ഇതൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. കുട്ടികൾക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും. ചില മക്കള് ചില പാരന്റ്സ് തന്നെ കണ്ടാൽ ഇതൊക്കെ മോൻ തന്നെ ചെയ്യോ അല്ലെങ്കിൽ മോള് തന്നെ ചെയ്യോ എന്ന രീതിയിൽ മറ്റ് പാരന്റ്സ് നമ്മളോട് ഇങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ പറഞ്ഞവർ വരെ ഉണ്ട്. അത് ഷുവർ ആണ്, അവർക്ക് തന്നെ അവർ ഏബിൾ ആയിട്ട് അത് ചെയ്യും. അപ്പൊ ഞാൻ ഈ കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ എടുത്ത് ടേബിളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളെപ്പോഴും പറയും അത് വീണു പോവും, ഉടഞ്ഞു പോവും. അപ്പൊ ചില പാരന്റ്സ് അതൊന്നും ഒരു മൈൻഡ് ആക്കില്ല. ചിലപ്പം എന്തെങ്കിലും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി അടിക്കുകയും പിടിക്കുകയും ചെയ്യരുത്. അത് അവിടെ വൃത്തിയാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്, നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ ആ കൊടുക്കുന്ന കോൺഫിഡൻസ് ഒരു പക്ഷെ നാളെ ആ കുട്ടി ഒരു ഫ്ലൈറ്റ് വരെ പറത്താനുള്ള കോൺഫിഡൻസ് ആ കുട്ടിക്ക് കിട്ടും എന്നാണ് പറയുന്നത് അല്ലെ? അതൊക്കെ ഓരോ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന നല്ല രീതിയിൽ ഒരു പാരന്റ് ഉണ്ടല്ലോ, എനിക്കറിയില്ല ആ ചാനൽ ഏതാണെന്ന്. കുട്ടികൾ ഇപ്പൊ യൂട്യൂബൊക്കെ ഇങ്ങനെ എല്ലാ ചാനൽസും അവർക്ക് സുപരിചിതമായിരിക്കും. നമുക്ക് എല്ലാം ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരില്ല. അപ്പൊ ഒരു മദർ ആ കുട്ടിയുടെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് കുട്ടിയും പാരന്റും ആ രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്ത് കളിക്കുന്നത് കാണാം. ചില ഷോർട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, എല്ലാം കണ്ടില്ല. അപ്പോൾ നല്ല സപ്പോർട്ട് കൊടുക്കുന്ന പോലെയാണ് ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ പ്രത്യേകിച്ച് മദേഴ്സ് ആണ് കൂടുതൽ സമയം അവരെ കൂടെ ഉണ്ടാവുന്നത്. ഈ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നതിന്റെ കാരണം പലപ്പോഴും പല പാരന്റ്സ് പറയുന്നുണ്ട് സ്ക്രീൻ ടൈം കൂട്ടുന്ന അവർക്ക് കിട്ടുന്നില്ല ഒരു കാര്യത്തിനും. അത് നമ്മൾക്ക് പറയാൻ അവകാശം ഉണ്ടോന്ന് നമ്മൾ സ്വയം നമ്മളോട് ആദ്യം ചോദിക്കണം അല്ലെ? നമ്മൾ സ്ക്രീൻ ടൈമിലാവുമ്പം കുട്ടികൾക്ക് പിന്നെ വേറെ രക്ഷയില്ല, അവരും വേറൊരു സ്ക്രീനിനെ ആശ്രയിച്ച് അവരും പോവും. അപ്പം മാക്സിമം നമ്മൾ അത് കുറച്ചിട്ട് വേണം നമ്മുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈമിനെ കുറിച്ച്. കാരണം അവർ ഓൾറെഡി ഇൻ ദ ഡിജിറ്റൽ വേൾഡ് ആണ്, ഈ ഒരു ടെക്നിക്കൽ വേൾഡിൽ, ഈ ഒരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർ അതിലേക്കാണ് വന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പോസ്റ്റ് കോവിഡ് പീരീഡിലൊക്കെ സംഭവിക്കുന്നത് തന്നെ. കുട്ടികൾ പഠനകാര്യത്തിനാവട്ടെ മറ്റെന്തിനാവട്ടെ നമ്മൾ ഗാഡ്ജറ്റ്സ് അവർ ആശ്രയിക്കേണ്ടി വരികയാണ്. ഓക്കെ, അപ്പൊ കോൺഫിഡൻസ് കാര്യങ്ങളും പറഞ്ഞു. കോൺഫിഡൻസ് നമ്മൾ തന്നെ കൊടുക്കുക, അത് റൈറ്റ് ആയിട്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. കുട്ടികൾക്ക് അവര് സെൽഫ് സഫിഷ്യന്റ് ആവാൻ നമ്മൾ നോക്കുക. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ മിംഗ്ലിംഗ്, സോഷ്യൽ സൊസൈറ്റിയിൽ ഇടപഴകാനും സോഷ്യൽ ആവാനും നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടു പോകണം. അതേപോലെ തന്നെയാണ് പാരന്റ്സിനെയും ഏജ്ഡ് ആയിട്ടുള്ള ഗ്രാൻഡ് പാരന്റ്സിനെയും മറ്റ് റിലേറ്റീവ്സിനെയും ഒക്കെ വിസിറ്റ് ചെയ്യാൻ എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ. അപ്പൊ അവിടെയും നമ്മൾ അവരെ കൊണ്ടുപോകണം. നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ അവർ പോവുള്ളൂ. ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികളൊന്നും എന്താവുന്നില്ല, സ്വയം അവിടെ പോട്ടെ എന്നിട്ട് അവരെല്ലാം ഒരു 4 ചുവരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങി വരികയാണ് അല്ലെ? നമ്മളിപ്പം പുറത്തു പോയി ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് ഇപ്പൊ അത് ഇല്ലാതെ കുറഞ്ഞു വരികയാണ്. അവർക്ക് ഇപ്പൊ എല്ലാം അവരുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഓൺലൈൻ ഷോപ്പിംഗ് വന്നു കഴിഞ്ഞു.
അപ്പോൾ അത് ഓൺലൈൻ ട്രേഡ്സ് വന്നു കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബിസിനസ് ആവട്ടെ എന്താവട്ടെ വീട്ടിലിരുന്ന് ലാപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. പിന്നെ നമ്മൾ സ്ക്രീൻ ടൈമിന്റെ കാര്യമൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾട്ടർനേറ്റീവ്സ് കുട്ടികൾക്ക് കൊടുക്കുക. അതിന് നമ്മൾ പാരന്റ്സ് ആണ് കൂടുതൽ മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ട ടൈം കഴിഞ്ഞോ? ഞാൻ ടൈമിന്റെ കാര്യമൊന്നും നോക്കിയില്ല. പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകും നമ്മള്. വളരെ ടൈം കവർ ആയിട്ടുണ്ട്. 3/4 മണിക്കൂർ ആയോ? ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതി വരാത്തൊരു ടോപ്പിക്കാണ് പാരന്റ്. മാത്രമല്ല ഒരുപാട് പഠനങ്ങൾ ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു മേഖലയാണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സലീം സാറിന്റെ ഒരു സൈക്കോളജിസ്റ്റ് സലീം സാറിന്റെ ക്ലാസ്സിൽ കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നത് എല്ലാ കുട്ടികളോടും നമ്മൾ നിനക്ക് കഴിയും എന്നൊരിക്കലും പറയരുത്. കാരണം ഒരു പക്ഷെ ആ കുട്ടിയെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവൻ താഴേക്ക് പോകും. അതിപ്പോ നിനക്ക് എല്ലാത്തിനും A+ വാങ്ങിക്കാൻ കഴിയും, നീ വിചാരിച്ചാൽ സാധിക്കും എന്നൊരിക്കലും പറയരുത്. നിനക്ക് പറ്റുമെങ്കിൽ പറ്റട്ടെ, തോക്കുന്നെങ്കിൽ തോക്കട്ടെ, ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇത് മാത്രമല്ല അതെ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ചില മോട്ടിവേഷൻ കൂടിപ്പോയാൽ അത് പാരന്റ്സിന്റെ സൈഡിൽ നിന്നായാലും ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നായാലും അത് കൂടിപ്പോയാലും ചിലപ്പോൾ ദോഷം ചെയ്യും. ഡിപ്രഷൻ സ്റ്റേജിലേക്ക് താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് ഒരുപാട് അതാണ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. നമ്മളിത് എത്ര മണിക്കൂർ പറഞ്ഞാലും ഇത് തീരുന്നില്ല. ഇത് ഒരു സൈഡ് മാത്രമേ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരുപാട് പറയാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾക്ക് നല്ല ടോപ്പിക്കാണ്. സാധാരണക്കാരായ സ്ത്രീകളാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഒരുപാട് ഉമ്മമാർ ഇതിനകത്തുണ്ട്. ഇപ്പൊ കുറെ ഉമ്മമാരൊക്കെ കുറെ അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞു പഴയ കാലത്തിനേക്കാളും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു സഹോദരി സൂചിപ്പിക്കേണ്ടായി, നമ്മൾ ക്ലാസ് ഒക്കെ കേട്ടിട്ട് വീട്ടിൽ വരും. പക്ഷെ വീട്ടിൽ വരുമ്പോ അവര് വേറൊരു രീതിയിലായിരിക്കും അവര് പെരുമാറുന്നത്. അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോ അത് ഈ കൂട്ടുകുടുംബത്തിൽ കിടക്കുന്നവർക്കുള്ള ഒരു പ്രോബ്ലം ആണ്. അവര് ജീവിക്കുന്ന ഒരു കാലഘട്ടം ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇന്നത്തെ കാലഘട്ടം ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മള് ഈ ചൈനയിലൊക്കെ വീഡിയോ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് പാൽ കുപ്പി പോലും പാല് നിറച്ചവരവിടെ വെച്ചു കൊടുക്കുകയുള്ളൂ, കയ്യിൽ പോലും കൊടുക്കില്ല. ആ കുട്ടികൾ പോയി എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളാണെങ്കിൽ ആ മടി ഇങ്ങനെ കിടത്തിയിട്ട് കുപ്പി ഇങ്ങനെ വെച്ച് കൊടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഫീഡിങ്, അവർക്കൊരു പ്രത്യേക കസേരയിൽ അവരെ ഇരുത്തി കൊണ്ട് അവരവിടെ അത്രയാക്കും, തലയിൽ വാരി തേക്കും, പുറത്ത് തേക്കും. അവർക്കറിയില്ല അത് ഫുഡാണോ അത് ഫേഷ്യൽ ചെയ്യുന്ന ക്രീമാണോ, അവർക്ക് അതിനെപ്പറ്റി ഒരു ഇതുമില്ല. അവര് കഴിക്കുന്നു, കുറെ പുറത്ത് തേക്കുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ അത് അവര് ട്രെയിൻ ചെയ്യിക്കുകയാണ്, എങ്ങനെ ഫുഡ് കഴിക്കാൻ കുഞ്ഞുനാളിലേ ട്രെയിൻ ചെയ്യിക്കുകയാണ്. പക്ഷെ നമ്മളാണെങ്കിൽ ചോറ് പോലും മിക്സിയിൽ അടിച്ചിട്ട് സ്പൂൺ ബോട്ടിൽ ഇങ്ങനെ പിതുക്കി കൊടുക്കണം. അത് എന്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള സാധനമാണ്. എനിക്കത് ഇഷ്ടേയല്ല അങ്ങനെ കൊടുക്കുന്നത്. ചോറിന് ചോറായിട്ട് തന്നെ നമ്മുടെ കൈ കൊണ്ട് വായിലേക്ക് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേകത. പിന്നെ എന്റെ മോൻ കുഞ്ഞുനാൾ മുതലേ വാരി കഴിക്കുമായിരുന്നു. അവന് വിശന്നാല് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. വിശക്കുമ്പോ ഓവറായിട്ട് കരയും. അപ്പൊ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പാത്രം എടുത്തിട്ട് പറയും നിനക്ക് ആവശ്യമുള്ളത് എടുക്കും. കുഞ്ഞുനാളിലെ മുതലേ പറയും കുഴച്ച് നന്നായിട്ട് കഴിക്കും. കുറെ വാരി തറയിലൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു. അപ്പൊ 19 ദിവസം എനിക്ക് മാറി നിൽക്കേണ്ടത്, ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് മാറി നിൽക്കേണ്ടിരുന്നു. അപ്പൊ എന്റെ അമ്മായി ബ്രദറിന്റെ വൈഫിനോട് പറയാം, ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫിനോട്, പാവം കുട്ടി ഒന്നും കഴിച്ചില്ല എന്നൊക്കെ പറയുമ്പോ ഇവള് കൊണ്ട് നടന്ന് ഇങ്ങനെ വാരി കൊടുക്കും. കാരണം ഉമ്മ എടുത്തില്ല ഉപ്പ എടുത്തില്ല. അപ്പൊ ഇവളിങ്ങനെ പാവം തോന്നിയിട്ട് വാരി കൊടുക്കും. ഈ 19 ദിവസം കൊണ്ട് ഞാൻ കൊടുത്ത ക്ലാസ്സുകളെല്ലാം ഇവര് മറന്നു കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ 8 വയസ്സായി. ഇപ്പൊ 8 വയസ്സായി. ഈ 8 വയസ്സുകാരന് ഇപ്പൊ നന്നായിട്ട് കഴിക്കാൻ അറിഞ്ഞൂടാ. അത് നമ്മൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് വരെ വാരി കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയ, അതായത് എല്ലാം പാരന്റ് ഉമ്മ ചെയ്തു കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്നപ്പം ശരിക്കും പോലും വയറ്റിലേക്ക് എത്തിക്കാൻ ആ കുട്ടി മറന്നു, ആ രീതി അറിയാതെ പോവുക ഉണ്ട്. ഇത് സ്വാഭാവിക നടക്കുന്ന കേസാണ്, റെയർ കേസസ് ആണെങ്കിലും ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. മകളുടെ കാര്യത്തില് ഇപ്പോ അവൾ 9ാം ക്ലാസ്സിലാണ്.
ഏകദേശം ഒരു 5ാം ക്ലാസ് ആയപ്പോൾ മുതലേ ഡ്രസ്സ് തനിയെ കഴുകാൻ തുടങ്ങി. അതിന് മുമ്പേ ഞാൻ കഴുകിക്കുമായിരുന്നു, പക്ഷെ വൃത്തിയാവില്ല. മക്കൾ കഴുകുമ്പോൾ വൃത്തിയാവില്ല. വൃത്തിയുടെ കാര്യം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അവര് ചെയ്യുന്നുണ്ടോ നമ്മൾ ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഡ്രസ്സ് കഴുകാറുണ്ട്. കഴുകിയാലും വിരിക്കാറില്ല, ബക്കറ്റിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെക്കാറില്ല. അങ്ങനെ കുറേ അതവരുടെ പ്രായത്തിന്റെ ഒരു ഇതാണ്, മടിയൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മക്കള് വളർന്നു വരുന്നത്. അപ്പൊ മാമിന്റെ ക്ലാസ് എന്തായാലും അടിപൊളിയായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. റെമഡിയൽ ടീച്ചറാണ്. ടീച്ചിങ്ങിന്റെ കാര്യത്തിലായാലും പഠിക്കുന്ന കാര്യത്തിലായാലും എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. കുട്ടികള് നമ്മുടെ അടുത്ത് നമ്മൾ പറയുന്ന അനുസരണക്കേട് കാണിക്കുമ്പോൾ കുറച്ച് സമയം അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കാതെ ഇരുന്നാൽ അതിന് റിസൾട്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഓവർ ഷൗട്ട് ചെയ്യുന്നതിന് പകരം കുറഞ്ഞ സമയത്ത് ഞാൻ മിണ്ടൂല, ആ രീതിയിൽ ഞാൻ പെരുമാറാറ്. അപ്പൊ അവർക്കൊരു അവരുടെ മൈൻഡ് സെറ്റ്, അവര് കെയറിങ് കൂടുതൽ എന്നിലേക്ക് അടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതിനെ കുറിച്ച് എന്താണ് മാമിന് പറയാൻ? അങ്ങനത്തെ കുട്ടികളുണ്ട്. അത് കുട്ടികളുടെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്, ഡിഫറെന്റ് ബിഹേവിയർ ആണ്. ചില കുട്ടികളിൽ മദേഴ്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയ മക്കളുണ്ട്. അവിടെ നമ്മൾ കുറച്ച് സമയം മൗനമായാൽ അത് അവരെ വല്ലാതെ ഹേർട്ട് ചെയ്യും, അവരടുത്ത് കൂടാൻ ശ്രമിക്കും. ഈ ഒരു പാരന്റ്. ചില മക്കൾക്ക് ഇനി നമ്മൾ എത്ര മിണ്ടാതിരുന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഒരു എഫക്റ്റും അവരിൽ ഉണ്ടാവില്ല. അവർക്ക് വേറൊരു രീതിയാണ് അവിടെ വേണ്ടി വരിക. അപ്പോൾ ഇത്തരം മക്കള് എനിക്ക് അനുഭവം ഉള്ളതാണ്. എൻ്റെ ചെറിയ മോള്, ഞാൻ ദേഷ്യപ്പെടുകയും മിണ്ടാതിരിക്കുകയും ചെയ്തു പോയാൽ എന്തിനാ ദേഷ്യപ്പെടുന്നത്, എന്തിനാ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു രീതിയാണ് അവള്. പക്ഷെ നേരെ മറിച്ച് അതിന് മൂത്ത ആളില് ആ ഒരു പ്രശ്നമില്ല. നമ്മൾ മിണ്ടാതിരുന്നാലും അവന് അത്ര നോട്ട് ചെയ്യുന്നൊരു അല്ല, ഒരു ഡിഫറെന്റ് ആണ്. അത് ഓരോ മക്കളിൽ വരുന്ന ഒരു രീതിയാണ്, അവരുടെ ക്യാരക്ടറിന് ബേസ് ചെയ്തിരിക്കും അത്. അതേപോലെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്. ചില സംഗതി അവർ ഇപ്പോഴുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നാണല്ലോ അവര് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ ഓഫീസിൽ പോവുകയാണെങ്കിൽ മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ എന്തെങ്കിലും അവർ വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിയിട്ടുണ്ടാവും, എന്നാലും ബാഗിൽ വെച്ചിന്ന് വാങ്ങിയില്ല എന്ന് പറയും. കാരണം കുറച്ച് അവർ കാത്തു നിൽക്കണം. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടക്കും, എല്ലാം പെട്ടെന്ന് കിട്ടൂല, ചിലത് നമ്മൾ വെയിറ്റ് ചെയ്യണമുള്ള ഒരു മെസ്സേജ് കൂടി അവർക്ക് കൊടുക്കണല്ലോ. യെസ് യെസ്, വെരി ട്രൂ. എല്ലാം അവര് പെട്ടെന്ന് തന്നെ കാര്യങ്ങള് ചോദിക്കുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു നമ്മളെ ഡിപ്പെൻഡ് ചെയ്തില്ല, എന്താ പറയാ, പെട്ടെന്ന് അത് കിട്ടും ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്നൊരു രീതി ഉണ്ടാവും. അത് ഒഴിവാക്കുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചീറ്റ് ചെയ്യാനും പാടില്ല. നമ്മൾ അവരെ ചീറ്റ് ചെയ്യാനും പാടില്ല, അവര് നമ്മളെയും ചീറ്റ് ചെയ്യരുത്. അതായത് ചില വാഗ്ദാനങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് എന്ത് ചെയ്യും, അത് നമ്മൾ ചിലരൊന്നും പാലിക്കാതെ പോകുന്നതാണ്. അത് ചില കുട്ടികളിൽ കേട്ടോ, എല്ലാ കുട്ടികളും ഞാൻ പറയുന്നില്ല, ചില കുട്ടികളിൽ അതങ്ങനെ ഉമ്മ അന്ന് പറഞ്ഞിരുന്നല്ലോ, ഉമ്മ ചെയ്തു തന്നില്ലല്ലോ, അങ്ങനെ പോവും അത്. ആ പാരന്റ്സും ചിലപ്പോൾ അത് മറന്നു പോകുന്ന കാര്യങ്ങളായിരിക്കാം. ചില വാഗ്ദാനങ്ങൾ ഇങ്ങനെ വെറുതെ കൊടുത്തോണ്ടിരിക്കും, നിനക്ക് അത് തരും ഇത് തരും ആ രീതിയിൽ. പക്ഷെ വെറുതെ ആയിരിക്കും, കൊടുക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നും നമ്മൾ ഏൽക്കണ്ട. നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും വേണ്ട. ചെറിയൊരു ഹഗ്, അല്ലെ ഒരു കിസ്, ഒരു സ്റ്റാർ, ഒരു പേന എടുത്ത് ചിലപ്പോൾ കയ്യിലൊരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. ആകുന്ന മക്കൾ എത്രയോ പേരുണ്ട്. അത് വലിയ സംഭവമായിട്ട് അവർ കൊണ്ടുനടക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടിലും പ്രാക്ടീസ് ചെയ്യാം. വീട്ടിൽ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ പാരന്റ്സിന് എടുത്ത് അതൊന്നും ഒരു സംഭവമേ ആയിരിക്കില്ല. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അപ്പൊ കുട്ടിക്ക് എന്ത് കിട്ടാനാ, ആ ഒരു രീതിയിലൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ, അത് തന്നെ ട്രൈ ചെയ്ത് നോക്കിയാല് അത് നല്ല എഫക്റ്റ് ഉണ്ടാവും, കുട്ടികളുടെ ചേഞ്ചസ് വരുത്തും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ നമ്മൾ കബളിപ്പിക്കാൻ, അതായത് ചീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളിലുണ്ടോന്നും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. നമ്മൾ അവര് ചീറ്റ് ചെയ്യില്ല, നമ്മൾ അവരോട് നല്ല രീതിയിൽ നിൽക്കുകയും അവര് ഈ സ്ക്രീൻ ടൈം പ്രത്യേകിച്ചും അവരെന്ത് കാണുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്ന ആ കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താണ്. കുട്ടികൾക്ക് ഒരു പാരന്റൽ ലോക്ക് ഉണ്ടാവണം. നമ്മൾ ലോക്ക് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടും ലോക്കൊക്കെ അവർ കണ്ടുപിടിച്ച് അവർ തുറക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ നമ്മൾ കൺട്രോൾ വെക്കുക, റിമോട്ട് നമ്മളെ കയ്യിലായിരിക്കണം. അവരെന്ത് കാണുന്നു, എത്ര സമയം കാണുന്നു, എവിടെ വെച്ച് കാണുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ഓപ്പൺ സ്പേസിലായിരിക്കണം. അവരെ സെപ്പറേറ്റഡ് ആയിട്ട് ഇരുത്തി ഒരു റൂമിനകത്ത് കൂട്ടിയിട്ട് കാണുന്ന രീതി ഒഴിവാക്കുക. പ്രത്യേകിച്ച് മൊബൈൽസ് കാര്യങ്ങൾ അവരെ കൈ കൊടുത്ത് അവരൊറ്റയ്ക്ക് പോയിരുന്ന് കാണുന്നത് ഒഴിവാക്കിയിട്ട് കോമൺ സ്പേസിലേക്ക് കൊണ്ടുവരാം. നമ്മളെല്ലാവരും ഇരിക്കുന്നിടത്ത് തന്നെ കാണാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക അവരെന്താ കാണുന്നത് എന്ന്. പിന്നെ ടൈം, ഇത്ര ടൈം മാത്രമേ യൂസ് ചെയ്യാവൂ, എനിക്ക് തിരിച്ചു തരണം
അപ്പൊ കറക്റ്റ് അവർ തിരിച്ചു തരുന്ന മക്കളുണ്ട്. ഇന്ന സമയം യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ചോദിക്കാനും മടിക്കരുത്, ആ സമയത്ത് തന്നെ തിരിച്ചു വാങ്ങിക്കുകയും വേണം. ഓക്കെ, പെട്ടെന്ന് പോയി പിടിച്ചു വലിച്ചു വാങ്ങിക്കുമ്പോഴാണ് ചെറിയ പ്രയാസം ഉണ്ടാവുക. അപ്പൊ അവിടെ ക്ലാഷ് ഉണ്ടാവും. അപ്പൊ ഇന്ന സമയത്ത് തരണം, ഞാൻ എൻ്റെ ഈ ഒരു ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വേണം തിരിച്ചു വാങ്ങിക്കാൻ. ഓക്കെ, വേറെ എന്തെങ്കിലും? വേറെ മൊബൈലിൽ ആർക്കെങ്കിലും കുട്ടികൾക്ക് ഒരു നെഗറ്റീവ് മെസ്സേജ് ആണ് കിട്ടുക. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കാരണം നമുക്കൊരു സംഗതി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അതിലെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ചെയ്യരുതാത്തത് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കല്ലോ എല്ലാവർക്കും ഉണ്ടാവുക. ഞാനത് മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മളുടെ മൊബൈലിൽ ലോക്ക് ഇല്ല എങ്കിൽ അതിൽ പ്രശ്നമല്ല, അതിൽ എന്തും കാണാതെ ഒരു ഓപ്പൺ ആണെന്നുള്ള ഒരു മൈൻഡ് അല്ലേ അവർക്ക് കിട്ടുക. എങ്ങനെ ഞാൻ പറഞ്ഞത്, നമ്മൾ ലോക്ക് സിസ്റ്റം നമ്മളിപ്പം എങ്ങനെ ലോക്ക് ചെയ്താലും അവർ കണ്ടുപിടിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ലോക്ക് ചെയ്യണം എന്നല്ല പറഞ്ഞത്, കൺട്രോൾ വെക്കുക. ടൈമിന്റെ കാര്യത്തിലായാലും അവരെന്ത് കാണുന്നു എന്നുള്ള കാര്യത്തിലായാലും. ഇപ്പൊ കാർട്ടൂൺസ് ഒക്കെ അധികം കാണുന്ന കുട്ടികളുണ്ട്, അവിടെ നമ്മൾ ഇടപെടേണ്ടി വരും. കാരണം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് അവരെ ബ്രെയിനിനെ എഫക്ട് ചെയ്യും. അത്തരം വളരെ പെട്ടെന്ന് ചേഞ്ച് ആവുകയാണല്ലോ. പിന്നെ ഇപ്പോൾ കാണുന്ന റീൽസ് ഉണ്ടല്ലോ, അതിൽ കുട്ടികളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഈ ഷോർട്ട് ടൈമിനുള്ളിൽ വലിയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ. ഓക്കെ, റീൽസ് മനസ്സിലാവുന്നുണ്ടാവും, ഒരു പെട്ടെന്ന് ചേഞ്ച് ആയി അവർ കാണുകയാണ്, പല പല കാര്യങ്ങളും കാണുന്നുണ്ട്. അതേപോലെ കാണുന്ന സ്ഥലവും എവിടെ വെച്ചിട്ടാണ് അവർ കാണുന്നതെന്നും കൂടി നമ്മൾ നോക്കണം. അത് എല്ലാ കുട്ടികളും ആപ്ലിക്കബിൾ അല്ല. നിങ്ങളിപ്പോ പറഞ്ഞ ഒരു കാര്യം, അതായത് നമ്മൾ ലോക്ക് ചെയ്താൽ അവിടെ അത് അത്രത്തോളം ചിന്താശക്തിയുള്ള ചിന്തിക്കുന്ന കുട്ടികളിലാണ് അത് വരുന്നത്. എന്തോ സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത്. ചെറിയ കുട്ടികളിൽ അതങ്ങനെ ബാധിക്കൊന്നുമില്ല. ഓക്കെ, ഞാൻ ചോദിച്ചത് അതല്ല, പറഞ്ഞത് കറക്റ്റ് ആയി. ഇപ്പൊ ചില ആളുകൾ വാട്സപ്പിന് ഫേസ്ബുക്കിന് മൊബൈലിൽ തന്നെ നമ്മൾ ലോക്ക് ഇട്ട് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ വാട്സപ്പ് ഒക്കെ ലോക്ക് ഇടുമ്പോൾ അവർക്ക് ആ ഒരു നെഗറ്റീവ് ചിന്ത ആണ് വരിക. അതിൽ എന്തോ കാണാത്തത് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ ലോക്ക് ചെയ്തത്. അതെന്താന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ഇപ്പൊ അതൊരു നല്ല ശീലമാണോ അല്ലെങ്കിൽ ലോക്ക് വേണ്ടെന്നാണോ പറയുന്നത്? അത് എന്താണ് നല്ലത് എന്നാണ് ചോദിക്കുന്നത്. ലോക്ക് ഇടലാണോ അവിടെ നല്ലത്, അല്ലെങ്കിൽ ലോക്ക് ഒഴിവാക്കിയിട്ട് ഒരു ഓപ്പൺ എല്ലാവർക്കും കയറി വരാൻ പറ്റും. നമ്മളിപ്പോ അറിയില്ലേ ഓപ്പൺ. ഞാൻ മനസ്സിലാക്കിയത് അത് നമ്മളുടെ മൈൻഡിലേക്ക് നമ്മുടെ ഒരു കുടിസായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്കാണോ അവർ എത്തിക്കുക, അല്ലെങ്കിൽ നമ്മളത് ഓപ്പൺ ആണ്. ഇപ്പൊ അടുത്ത മോൾ അതിനെ കുറിച്ച് എന്തോ സംസാരിച്ചപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത്. ഇപ്പൊ ഉമ്മന്റെ ഫോണിൽ എവിടെയും ലോക്ക് ഇല്ലല്ലോ, പല ഫോണിലും ലോക്ക് ഉണ്ടല്ലോ. അപ്പൊ ഉമ്മന്റെ ഫോണിൽ ലോക്ക് ഇല്ല, ഉമ്മന്റെ ഫോണിൽ എവിടെയും ചെല്ലാം, അതിലൊരു പ്രൈവസി ഇല്ല എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് ആണോ അവർക്ക് കിട്ടുക? എല്ലാ ഏജ് ഗ്രൂപ്പിനും പറ്റുമോ? ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പൊ അത്രത്തോളം അത് കഴിയോ? അവര് എല്ലാം എടുത്ത് യൂസ് ചെയ്യുന്ന, അവർക്ക് ഈ തെറ്റും ശരിയൊന്നും കാര്യമായിട്ടൊന്നും അറിയുന്നില്ലല്ലോ. മുതിർന്ന കുട്ടികൾ പിന്നെ ലോക്കൊന്നും അവർക്ക് ആവശ്യമില്ല, അവര് ലോക്കൊക്കെ നമ്മൾ അവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇതിലൊക്കെ വലിയ കുട്ടികൾ അവരെന്റെ ഫോൺ യൂസ് ചെയ്യുന്നത് തന്നെയാണ്, അവർക്കറിയാം. ചെറിയ കുട്ടികൾ സ്ക്രീൻ ടൈം കൂട്ടും. നമ്മൾ ലോക്ക് ഇട്ടിട്ടില്ലെങ്കിൽ അവർ ഏത് സമയവും അതെടുക്കാൻ, നമുക്കിപ്പോ എപ്പോഴും നമ്മൾ കണ്ണെത്തിക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയിലാവുമ്പോൾ അവർ മൊബൈൽ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഏത് സമയവും എടുക്കാം ഉമ്മന്റെ ഫോണ്, ലോക്കൊന്നുമില്ല. അതേ അവിടുന്ന് ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ലോക്കിന്റെ ഒരു എന്തിനാണ് ലോക്ക് അല്ലെങ്കിൽ പ്രൈവസി കാര്യങ്ങളിലേക്കൊന്നും അവര്, സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാവും. നമ്മൾ കുട്ടികളിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എടുക്കും, പല മെസ്സേജസും പോവും. അതുകൊണ്ടൊക്കെയാണ് പലരും വാട്സപ്പ് പോലത്തത് വരെ ലോക്ക് ചെയ്യുന്നത്. നമ്മൾ ഫോൺ മാത്രമാണ് പലരും ഒരു ഭൂരിഭാഗം ആൾക്കാരും ഫോണിന്റെ സ്ക്രീനാണ് ലോക്ക് ചെയ്തിടുന്നത്. നമ്മൾ മെയിൻ സ്ക്രീനാണ് ലോക്ക് ചെയ്യുന്നത്. അത് എപ്പോഴും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലോക്ക് പറയുന്നത്, സ്ക്രീൻ ടൈം കുറയ്ക്കാനും. നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം അവരെടുക്കുന്നത്. പാരന്റൽ കൺട്രോൾ ഇടാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യാമല്ലേ നമുക്ക്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ? ആർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ആയിരിക്കണം ആർക്കും ഡൗട്ട് ഇല്ലാത്തത്. പിന്നെ എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ മാമിന് വളരെ വലിയ താങ്ക്സ്. പിങ്ക് ഹബിന്റെയും അതുപോലെ നമ്മുടെ ഡയറക്ടർ നബില മാമാണ് ഇത്ര നേരം സംസാരിച്ച
അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും താങ്ക്സ് അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വിലപിടിച്ച ക്ലാസ്സുകൾ, വിലപിടിപ്പുള്ള അറിവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ഓൾ. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വിളിച്ചതിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു എന്താ പിങ്ക് ജോബ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാൻ എന്താന്നൊക്കെ അറിയാൻ പറ്റിയതിൽ തന്നെ വലിയ സന്തോഷം. ഓക്കെ, ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു നിങ്ങളുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവട്ടെ. എല്ലാവർക്കും നല്ലത് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ആൻഡ് ബി എ ഗുഡ് പാരന്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പം മക്കളുടെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ ടെൻഷൻ ആവേണ്ടില്ല. നമ്മൾ എൻജോയ് ചെയ്ത് ആ ഒരു സമയത്തെ കാണാൻ വേണ്ടത്. ഒരിക്കലും നമ്മൾ പേടിക്കുക. ചില ആളുകളുണ്ടല്ലോ കുട്ടികളെ പേടിച്ച് കരയുന്നവർ, അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കുട്ടികൾ ഏത് ഏജ് ആയാലും അവര് നമ്മളുടെ കൺട്രോളിൽ വരണം. യെസ്, വെരി ട്രൂ. ആ ഒരു രീതിയിലേക്ക് എത്താൻ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് പിന്നെ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെ? ഞാൻ ഇതൊന്നും ചെയ്തില്ല, കുറച്ച് മുതിർന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പഠന കാര്യത്തിലായാലും എനിക്കിപ്പോ പറയാനുള്ളത് അതാണ്. റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവം അറിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പോസ്റ്റ് കോവിഡിൽ ഇപ്പൊ നല്ലോണം കേസസ് വരുന്നുണ്ട്. ഒരുപാട് വൈകിട്ട് അതിൽ ഇന്റർവെൻഷൻ നടത്തിയിട്ട് കാര്യമല്ല. അത് തുടക്കത്തിൽ തന്നെ അത് എന്താണ് പ്രയാസങ്ങൾ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഈ അക്കാഡമിക് ബാക്ക്വേർഡ്നെസ്സിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ നേരത്തെ ഇന്റർവെൻഷൻ നടത്തി കാര്യങ്ങൾ കണ്ടെത്തി അതിന്റെ രീതിയിൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. നബില മാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തൂടെ? ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം.